ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ സായി ദേവായ. ഹരി ഓം. നമ്മളുടെ ഭാഗവത കഥയുടെ സനാതന കഥാമൃതത്തിന്റെ 68-ാമത്തെ ഭാഗവും പിന്നെ ഭാഗവത കഥയുടെ 40-ാമത്തെ ഭാഗവുമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പൊ അതിന്റെ പ്രാർത്ഥന: വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദി തരതശ്ചാർത്ഥേ അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലഭായ സ്വാഹ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. അപ്പൊ നമ്മള് ബലരാമൻ ഈ യുദ്ധം അവോയ്ഡ് ചെയ്യാനായിട്ട് ആരുടെ സൈഡും കൂടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് യുദ്ധം വരാൻ പോകുമെന്ന് അറിഞ്ഞപ്പോ തന്നെ തീർത്ഥയാത്രയ്ക്ക് പോയി. കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ എല്ലാ സ്ഥലത്തും അദ്ദേഹം തീർത്ഥയാത്ര ചെയ്യാണ്. രാമേശ്വരം നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം തീർത്ഥയാത്ര ചെയ്ത് ദ്വാരകയിൽ തിരിച്ച് പിന്നെ ഹസ്തിനപുരത്തിലെത്തും. അവിടെ വന്നപ്പോ എന്താണ്, അവിടെ യുദ്ധം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി. ശ്രീകൃഷ്ണൻ ഭൂഭാരം തീർക്കാനായിട്ട് ആ യുദ്ധം നന്നായിട്ട് അങ്ങോട്ട് നടത്തി എന്ന് മനസ്സിലായി. യുദ്ധത്തിന്റെ അവസാന ഭാഗത്തെത്തി നിൽക്കുകയാണ്. അവിടെ തൻ്റെ ശിഷ്യന്മാരായ ഭീമനും പിന്നെ ദുര്യോധനും തമ്മില് ഗദായുദ്ധം ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് വലിയ വിഷമായി. പക്ഷേ കൃഷ്ണനൊന്നും അതിൽ വിഷമമില്ല. കാരണം അത് സുയോധനെ കൊന്നാലല്ലേ യുദ്ധം തീരുള്ളൂ. അവന്റെ അഹങ്കാരം തീർക്കണമല്ലോ. ഏറ്റവും അധർമ്മം ചെയ്ത ആള് ദുര്യോധനാണല്ലോ. അയാളുടെ ലീഡർഷിപ്പിലാണല്ലോ എല്ലാ അധർമ്മങ്ങളും നടന്നത്. അതുകൊണ്ട് ബലരാമൻ വന്നപ്പോ തൊട്ട് കൃഷ്ണനും അർജുനനും പാണ്ഡവന്മാർക്കൊക്കെ ഒരു ടെൻഷനായി. ഇനി എന്ത് ചെയ്യാൻ പോണോ, എന്ത് പറയാൻ പോണോ, അനുസരിക്കാതിരിക്കാനുമില്ല. കൃഷ്ണനൊക്കെ ജ്യേഷ്ഠനോട് ഭയങ്കര ഭക്തിയാണ്. കാരണം കാര്യം അനന്തനാണ്. പിന്നെ ഭഗവാൻ വിഷ്ണുവും പിന്നെ ബലരാമൻ അനന്തന്റെ അവതാരമാണെങ്കിൽ പോലും ജ്യേഷ്ഠഭാവേന ഭയങ്കര ആദരവാണ് കൃഷ്ണന്. ഭയങ്കര അനുസരണയാണ്. അപ്പം എന്ത് പറയാൻ പോണോ എന്തോന്നോ നോക്കിയപ്പോ അദ്ദേഹം ചെന്നിട്ട് ഭീമനോടും ദുര്യോധനോടും പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈക്വലാണ്. ആർക്കും ആരെയും നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്ത് ആരും ജയിക്കില്ല. പിന്നെ എന്തിനാണിത് ചെയ്യുന്നത്, നിർത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു. പക്ഷെ അവർ രണ്ടുപേരും അതിന് തരിമ്പം വകവച്ചില്ല, ഒട്ടും അനുസരിക്കാത്തപ്പോഴത്തേക്കും പിന്നെ തന്റെ ഹിതോപദേശം സ്വീകരിക്കാത്തതുകൊണ്ട് ഇനി അത് അവരുടെ വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടുന്ന് പിൻവാങ്ങുകയാണ്. പിൻവാങ്ങി പോയിട്ട്
പിന്നെ ദ്വാരകയിൽ ചെന്ന് അച്ഛനമ്മമാരെയും ബാക്കി എല്ലാ സ്വജനങ്ങളെയൊക്കെ കണ്ട് സന്തോഷപൂർവ്വം എന്നിട്ട് ഭാര്യയോടുകൂടി വീണ്ടും നൈമിഷാരണ്യത്തിലെത്തും. നൈമിഷാരണ്യത്തിലെത്തിയപ്പോഴത്തേക്ക് അവിടെ മുനിമാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അദ്ദേഹം തീർത്ഥയാത്രയ്ക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നു. അവള് വളരെ മാനിച്ച്, എന്ന് വെച്ചാൽ ആ പാപം, രോമഹർഷനെ കൊന്നതിന്റെ പാപം തീർക്കാനും കൂടെ വേണ്ടിയിട്ടാണ് തീർത്ഥയാത്രയ്ക്ക് പോയത്. അറിയാതെ കൊന്നുപോയല്ലോ. അപ്പൊ അതുകൊണ്ട് അപ്പൊ അദ്ദേഹം പോയിട്ട് വളരെ പരിശുദ്ധ ജ്ഞാനത്തോടുകൂടി തിരികെ എത്തിയപ്പം അവരെല്ലാരും വളരെ അനുമോദിച്ച് അദ്ദേഹത്തിനെ വളരെ ആദരപൂർവ്വം സ്വീകരിച്ച് അവിടെ ഇരുത്തും. അപ്പൊ അദ്ദേഹം അവിടെ അങ്ങനെ ശോഭിക്കുകയാണ്. അപ്പൊ പരീക്ഷത്ത് ചോദിച്ചു, എനിക്ക് മുകുന്ദന്റെ ലീലകളൊന്നും കേട്ടിട്ട് മതിയാവണതേ ഇല്ലല്ലോ. എന്ന് വെച്ചാൽ ഞാന് കാമം കൊണ്ടും ഒക്കെ ജീവിച്ച ആളല്ലേ. അപ്പൊ ഭഗവാന്റെ ലീലകൾ കേട്ടിട്ട് ഈ സമയത്ത് പിന്നെ ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് സായുജ്യം കിട്ടുമല്ലോ. അതുകൊണ്ട് അങ്ങ് വീണ്ടും പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കഥ പറയാം. വളരെ വിരക്തനും ശാന്തചിത്തനും ജിതേന്ദ്രനുമായൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ ഭഗവാന്റെ കളിക്കൂട്ടുകാരൻ. ഭഗവാന്റെ സ്കൂളില്, ഭഗവാൻ പഠിച്ച ഗുരുകുലത്തിൽ തന്നെ, സാന്ദീപനി മഹർഷി ഗുരുകുലത്തില് ഭഗവാന്റെ ഒപ്പം പഠിച്ചിരുന്ന ആളാണ്. സുദാമ എന്നായിരുന്നു പേര്. അന്നേ തന്നെ വളരെ സത്യ സ്വഭാവമുള്ള ഒരു കുട്ടിയായിരുന്നു സുദാമൻ. ശ്രീകൃഷ്ണനായിട്ട് ഗാഠമായ ഒരു ബന്ധം അവർ തമ്മിലുണ്ടാവും. പക്ഷെ പിന്നെ വളരെ ദാരിദ്ര്യമുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് പിന്നെ ഈ സുദാമ വന്നത്. സുദാമ വന്നത് ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലില്ല. സ്വഭാവത്തിൽ വളരെ ശ്രേഷ്ഠമായ സ്വഭാവമുള്ള ഒരു ബ്രാഹ്മണ ബാലനായിരുന്നു. അപ്പൊ ഇവർ രണ്ടുപേരും വളരെ എന്താ പറയാ, വളരെ ആപ്തമിത്രങ്ങളാവും. അങ്ങനെ ആയിട്ട് പക്ഷെ പിരിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിട്ടേ ഇല്ല. സുദാമൻ ഒരു വഴിക്ക് പോയി, അദ്ദേഹത്തിന്റെ പ്രാരബ്ധങ്ങളും കൊണ്ട് അദ്ദേഹം പോയി. കൃഷ്ണൻ രാജാവായിട്ടും കൃഷ്ണന്റേതായ ധാരാളം ധർമ്മങ്ങൾ നടത്തിക്കൊണ്ട് കൃഷ്ണൻ അദ്ദേഹത്തിന്റെ വഴിക്കും പോയി. പിന്നെ കണ്ടുമുട്ടിയിട്ടേ ഇല്ല. പക്ഷെ വളരെ വർഷങ്ങൾക്ക് ശേഷം ഇത് കാണുമുട്ടാനൊരു അവസരം. പക്ഷെ കുചേലനാണെങ്കിൽ, അപ്പൊ കുചേലനായി പോയി സുദാമ. സുദാമന്റെ ദാരിദ്ര്യം കൂടി 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 കുചേലൻ എന്നുള്ള പേര് പോലുമായി. കുബേരന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കുചേലൻ. അദ്ദേഹത്തിന് സുശീല എന്നൊരു ഭാര്യയും കുറേ മക്കളും ഉണ്ടാവും. അദ്ദേഹം വളരെ ബ്രഹ്മനിഷ്ഠയോടുകൂടെ ജീവിക്കുന്ന ആളാണെങ്കിലും ലൗകികം പിന്നെ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചുകൊണ്ട് ഭാര്യയുടെ ഇഷ്ടപ്രകാരം അദ്ദേഹം കുട്ടികളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെ തീറ്റിപ്പോറ്റാനെന്നുള്ള പ്രവൃത്തികളൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. കാരണം അദ്ദേഹം എപ്പോഴും ഈ ഭഗവത് ഭക്തിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന വളരെ ഒരു ശ്രേഷ്ഠനായ ഭക്തനും ഒരു സാധകനുമാണ്. അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അതൊന്നും ബാധിക്കുന്നില്ല. പക്ഷെ ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങളുടെ സങ്കടമൊന്നും കണ്ടാൽ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് അവര് പറയും, നിങ്ങളുടെ കൂടെ പഠിച്ചതല്ലേ, നിങ്ങളുടെ ഭയങ്കര കൂട്ടുകാരനല്ലേ, വളരെ ആപ്തമിത്രമല്ലേ, സുഹൃത്തല്ലേ കൃഷ്ണൻ ചക്രവർത്തിയല്ലേ, ഒന്നിട്ട് പോയിട്ട് ഒന്ന് പറഞ്ഞുകൂടെന്ന് വെക്കും. അയ്യോ, കൃഷ്ണനെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ആ കൃഷ്ണനോട് പോയിട്ട് ഞാൻ എന്താ ചോദിക്കുക? കൽപ്പവൃത്തച്ഛനോട് തോർത്തുമുട്ട് ചോദിക്കുകയെ? എനിക്കൊന്നും പറ്റില്ല. അങ്ങനെ ഒരു കൂട്ടുകാരനായി എന്റെ കൂടെ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് പോയി മുതലെടുക്കാനൊന്നും എനിക്ക് പറ്റില്ല. അത് മോശമല്ലേ, എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി 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 വെക്കണം. നാളെ നാളെ എന്നായിട്ടു ഭഗവാനെ കാണാൻ എത്ര കാലവും എന്ന പാട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ നാളെ പോവാന്ന് പറഞ്ഞു നീക്കി അവസാനം സുശീലാമ്മയ്ക്ക് സഹി കെട്ടു. പറഞ്ഞു പറ്റില്ല, നാളെ തന്നെ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അടുത്ത വീടുകളിലൊക്കെ പോയി പിന്നെ ഭിക്ഷ യാചിച്ച് നെല്ല് കൊണ്ടുവന്ന് ഉരുളിലിട്ട് അവിച്ച് അതിനെ എന്നുവെച്ചാൽ ഭഗവാന് കുട്ടിക്കാലം തൊട്ടേ അവല് ഭയങ്കര ഇഷ്ടമാണെന്ന് സുശീല ഇദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഭഗവാന് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ പരിപുഷ്ടമായ വളരെ പരിശുദ്ധമായ മനസ്സോടുകൂടി, ഭക്തിയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ ഒരു അവൽ പൊതിയുടെ കിഴി എന്തെങ്കിലും കൊണ്ടുപോകണം. നമ്മൾ ചക്രവർത്തിമാരെ, ഗുരുക്കന്മാരെ ഒക്കെ കാണാൻ പോകുമ്പം തുച്ഛമാണെങ്കിൽ എന്താണ് കൊണ്ടുപോകണം എന്നല്ല, അതിന്റെ മനോഭാവമാണ് അവർ സ്വീകരിക്കുക. അപ്പൊ എന്തെങ്കിലും കാഴ്ചയായിട്ട് കൊണ്ടുപോകണം. അപ്പൊ അദ്ദേഹം പിന്നെ അതുകൊണ്ട് വെറും കൈയോടെ പോകാൻ പാടില്ല, ഇത് കൊണ്ടുപോക്കുള്ളൂ. അപ്പൊ നോക്കിയപ്പോ അദ്ദേഹത്തിന് വസ്ത്രമൊക്കെ ആണെങ്കിൽ വളരെ ദാരിദ്ര്യമല്ലേ. അപ്പം അഴുക്ക് പിടിച്ചതും അങ്ങനെ മുഷിഞ്ഞതും ഒക്കെയാണ്, കീറിയതും ഒക്കെയാണ്. അതിന്റെ കൂടെ ഒരു ഉള്ളതിൽ വൃത്തിയുള്ള ഒരു തുണി മുറിച്ചെടുത്ത് അതിലാണ് ഒരു കിഴി കെട്ടി അത് കൊടുത്തു. അത് മടിക്കെട്ടിൽ ഇങ്ങനെ വെച്ചിരുന്നു. അതും കൊണ്ട് അദ്ദേഹം പോകും. ഒരു ഓലക്കുടയും
ഒക്കെ ആയിട്ട് പോയി 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 പിന്നെ ദ്വാരകയിൽ എത്തിയപ്പോ എന്താണ്, എന്തൊക്കെ സേനാടപ്പാളയങ്ങളും ഭയങ്കര ഐശ്വര്യത്തിന്റെ ഒരു നമ്മളിപ്പോ കടലിനടി കിടക്കുന്ന ഇത് കാണുമ്പോ വീഡിയോയിൽ കടലിനടി കിടക്കുന്ന ദ്വാരക തന്നെ എന്തോ ഒരു ഭംഗിയാണ്. അപ്പൊ അതിന്റെ സമയത്ത് എന്ത് ഭംഗിയായിരുന്നിരിക്കും ദ്വാരക. എത്ര ശ്രേഷ്ഠമായ ഒരു സ്ഥലമായിരുന്നിരിക്കണം ദ്വാരക. അപ്പൊ ആ ദ്വാരക കണ്ടിട്ട് അദ്ദേഹം അങ്ങനെ വളരെ ആനന്ദിക്കും. തന്റെ കൂട്ടുകാരൻ ഈ ഒരു ഐശ്വര്യം കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം ഉണ്ടാകും. പക്ഷെ അതിന്റെ കൂടെ തന്നെ കുറച്ചൊരു അപകർഷതാബോധം. അദ്ദേഹത്തിന് അങ്ങനെ ദേഹബോധമൊന്നുമുള്ള ആളല്ല. പക്ഷേ ആൾക്കാർ ചുറ്റും നിൽക്കുന്നവരൊക്കെ അതിനെപ്പറ്റി ഇയാൾ ആരാണ്, എവിടുന്ന് വരുന്നു, വരത്തനാണല്ലോ എന്ന് വെച്ച് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ അവർക്ക് കണ്ടറിയാം. അപ്പൊ ഇത് ആരാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൃഷ്ണനെ നോക്കിയാണല്ലോ പോകുന്നത്. അപ്പൊ കൃഷ്ണന് 16,008 ഭവനങ്ങളാണുള്ളത്. അപ്പൊ ഒരു ഭവനം കണ്ടു, അതിലേക്ക് ആ മാളികയിലേക്ക് പോകും. ആ മാളികയ്ക്ക് നേരെ നടക്കണം, രുക്മിണിയുടെ ഭവനമാണ്. അങ്ങോട്ടാണ് അദ്ദേഹം നടന്നു പോണത്. അപ്പൊ ഭഗവാൻ മുകളില് മട്ടുപ്പാവില് പിന്നെ ഒരു പിന്നെ ഊഞ്ഞാല് പര്യങ്കം, അതായത് കിടക്കാൻ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ 4 തൂക്കുകട്ടിൽ, അതിലൊരു ആട്ടുകട്ടിൽ ഇങ്ങനെ ഭാര്യയുടെ അടുത്തിരുന്ന് സന്തോഷമായിട്ട് ഭാര്യയും കൂടെ ഇരുത്തിക്കൊണ്ട് അവര് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ദൂരെ കണ്ടു അന്തണൻ വരുന്നത്. തന്റെ കൂട്ടുകാരനാണ്. കൃഷ്ണൻ അവിടുന്ന് ഒരൊറ്റ ഓട്ടം, ഭാര്യയൊക്കെ തട്ടി നീക്കി, എല്ലാവരെയും തട്ടി നീക്കി കൃഷ്ണൻ ഓടടാ ഓട്ടം. ആൾക്കാരൊക്കെ അമ്പരം നോക്കൂ, ഭഗവാൻ എങ്ങോട്ടായി ഓടിപ്പോണത്, ഭഗവാനാണെങ്കിൽ ആനന്ദം കൊണ്ട്, ആനന്ദ തുന്തിലെന്ന് പറയില്ലേ, ആനന്ദം കൊണ്ട് അങ്ങനെ കണ്ണ് കാണാൻ വയ്യാതെ ഓടിപ്പോവാണ്. ആൾക്കാരൊക്കെ കുചേലനെ തടഞ്ഞു നിർത്തുകയാണ്. പോവാൻ പാടില്ല, നിങ്ങൾക്ക് പ്രവേശനമില്ല. ഇല്ല, എന്റെ കൂടെ എന്റെ കൂട്ടുകാരനാണ്, എന്റെ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു സുഹൃത്തെ, കൃഷ്ണന്റെ സുഹൃത്തെ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് ആൾക്കാർ. അപ്പം ഭഗവാൻ എങ്ങനെ ഗേറ്റിന്റെ അവിടെ, കുചേലൻ ഗേറ്റിന്റെ അവിടെ എത്തുന്നതിന് മുമ്പേ ഉത്തരീയമഴിഞ്ഞിട്ടും മയിൽപ്പീലി ഉതിർന്ന് വീണിട്ടും ഒക്കെ കൃഷ്ണൻ പാഞ്ഞങ്ങോട്ട് പോയിട്ട് ആ പൂണ്ടടക്കം കെട്ടി അങ്ങോട്ട് പിടിക്കും. വേർത്ത് ഒലിച്ച് നടന്നു വരികയല്ലേ, വേർത്തൊലിച്ച് പിന്നെ മുഷിഞ്ഞ വസ്ത്രം, നാറുന്ന ശരീരം, അതൊന്നും കൃഷ്ണന് ബാധകമല്ല. കൃഷ്ണൻ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് കണ്ണീന്നിങ്ങനെ, എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു, ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ, രാമപുരത്ത് വാര് എഴുതിയിട്ടുണ്ട്. ആ ഭാഗം വർണ്ണിച്ചിട്ടുണ്ട്. എന്തിനാണ് ശൗരിയുടെ കണ്ണ് നിറഞ്ഞത്? ശൂരസേനന്റെ പുത്രൻ ശൗരി, ഒരിക്കലും ശൂരനും വീരനുമായ കണ്ണു നിറയാത്ത കൃഷ്ണൻ, എപ്പോഴും സുസ്മേരവദനായിട്ട് മാത്രമിരുന്ന കൃഷ്ണന്റെ കണ്ണില് ജലം. ആൾക്കാരൊക്കെ അത്ഭുതത്തോട് നോക്കുകയാണ്. അത് കൃഷ്ണൻ കെട്ടിപ്പിടിച്ച് പിന്നെ കുചേലനെ കൈപിടിച്ച് കൂടെ കൊണ്ടുപോയി ആ മാളികയിൽ എത്തിച്ച് രുക്മിണിയും താനും കൂടെ ഇരുന്ന അതേ പഞ്ചത്തിൽ, ആ സപ്രമഞ്ചത്തിൽ തന്നെ, സപ്രമഞ്ചക്കട്ടിൽ അതിൽ തന്നെ ഇരുത്തി താഴെ സ്വർണ്ണ ഒരു പ്ലേറ്റ് വെച്ച് ആ ക്ലാന്തനാണ്, നടന്ന് വലഞ്ഞ് ചെരുപ്പും മെതിയടിയും ഒന്നുമില്ല, കാലൊക്കെ നഗ്നപാതനാണ്. കാലൊക്കെ നന്നായിട്ട് ദേവി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കാല് കഴുകി കൊടുത്തും, ദേവിയാണ് വെഞ്ചാമരം വീശുന്നത്. അങ്ങനെ പിന്നെ ഭക്തി കൊണ്ടും സ്നേഹം കൊണ്ടും കുചേലൻ നിരുദ്ധകണ്ഠനായി പോകും. കുചേലൻ ഒന്നും മിണ്ടാതെ ആയിപ്പോയി. കുചേലൻ പൂർണ്ണമായിട്ടും മൗലമായിട്ട് അത്ഭുത സ്തബ്ധനായിട്ട്, ഇങ്ങനെ സ്നേഹമോ ഇത്ര കാലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തെ കൂട്ടുകാരെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെയാണല്ലോ. അപ്പൊ അതുപോലെ തന്നെ ആ സൗഹൃദത്തിന്റെ സ്ട്രെങ്ത് അത്രയ്ക്ക് അത്രയ്ക്ക് നമ്മുടെ സ്വന്തമായ ഒരു സൗഹൃദം പണ്ട് നമുക്കൊക്കെ ഉണ്ട്. നമുക്ക് ആ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതുപോലെ ഒരു സീനായിരുന്നു അത്. അപ്പം രുക്മിണി ദേവി എല്ലാരും എന്താണ് കഥ പറയാ, നമ്മൾ രണ്ടുപേരും കൂടെ കാട്ടിപ്പോയി, നമ്മൾ 3 പേരും കൂടെ, നമ്മുടെ ചേട്ടനും നമ്മൾ രണ്ടുപേരും കൂടെ കാട്ടിപ്പെട്ടുപോയി. അപ്പോഴത്തേക്കും മഴ പെയ്തപ്പോഴത്തേക്കും നമുക്ക് പുറത്തു പോകാൻ നിവൃത്തിയില്ല. നമ്മളൊരു മരത്തിന്റെ മുട്ട് നിന്ന് നനഞ്ഞത് ഓർമ്മയുണ്ടോ, സുധാമയ്ക്ക് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞ ഒരുപാട് കഥകൾ അന്ന് ചെയ്തിട്ടുള്ള അവർ 2-3 പേരും കൂടെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓർമ്മിക്കും. നമ്മൾ അങ്ങനെ ചെയ്ത് ഓർമ്മയുണ്ടോ, ഗുരു വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഗുരു അനുഗ്രഹിക്കും. ഒരിക്കലും നിങ്ങൾക്ക് വേദം മറക്കില്ല.
നിങ്ങൾ എവിടെ ഏത് സ്ഥിതിയിലായിരുന്നെങ്കിലും വേദോപനിഷത്ത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറുകയേയില്ല. അങ്ങനെ ഒരു അനുഗ്രഹം ഗുരു തന്നത് ഓർമ്മയില്ലേ എന്നൊക്കെ പറഞ്ഞു. എന്തിനാണ് ഇത്ര കാലം വരാതിരുന്നത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ എത്രത്തോളം എത്രത്തോളം സ്നേഹം പ്രകടിക്കാമോ അത് മുഴുവൻ ഭഗവാൻ ചെയ്തു. എല്ലാവരും അത്ഭുത സ്തബ്ധരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നിരിക്കണേ, എനിക്ക് എന്തെങ്കിലും ചേട്ടത്തി കൊടുത്തയക്കാതിരിക്കില്ല, എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് ചോദിച്ചപ്പം കുചേലൻ നാണിച്ചിട്ട് കാണിക്കുക തന്നെയല്ല, ഒളിച്ചു വെച്ചിരിക്കുകയാണ്. വേഗം ഭഗവാൻ അതിന്റെ ഒരു തുമ്പ് കണ്ടു തട്ടി, ഭഗവാൻ അറിയില്ലേ എന്താ കൊണ്ടുവന്നിരിക്കണേ എങ്ങനെയാ കൊണ്ടുവന്നിരിക്കണേ എല്ലാം അറിയാം. തട്ടിപ്പറിച്ചെടുത്തിട്ട് ഒരു പിടി അവലെടുത്ത് വായിലിട്ടു. രണ്ടാമത്തെ പിടി എടുത്തിടാൻ പോയപ്പോ ദേവി കൈ പിടിച്ചെറിഞ്ഞു, മതി, ഇതെല്ലാം ആയിക്കഴിഞ്ഞു, അവിടെ സർവ്വ ഐശ്വര്യങ്ങളും ആയിക്കഴിഞ്ഞു, ഭഗവാനെ ഇനി വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ നിർത്തി. കുചേലന് ഇതൊന്നും അറിയുന്നില്ല. കുചേലനൊരു എന്തൊരു മായിക ലോകത്തിൽ ആ സ്നേഹത്തിന്റെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുകയാണ്. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു, ഇന്ന് പോകണ്ട, നാളെ രാവിലെ പോവാം, വൈകുന്നേരമായില്ലേ എന്നൊന്ന് രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ആനന്ദത്തോടെ കഥകളൊക്കെ പറഞ്ഞ് നല്ല ഇഷ്ടാന ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് നന്നായിട്ട് ഭംഗിയായിട്ട് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ അതിസ്നേഹത്തോടെ വിട പറഞ്ഞു. വിട പറഞ്ഞ് അങ്ങനെ പുറത്തേക്കിറങ്ങി ആ പിന്നെ ഭഗവാൻ ഗേറ്റ് വരെ അനുഗമിച്ചു. അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് കുചേലൻ ഓർക്കുന്നത്, ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ, ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് പറയും, എൻ്റെ ഭാര്യയോട് ഞാൻ എന്ത് പറയും, എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവണം, കുറച്ചു ദിവസമെങ്കിലും കുട്ടികൾ ഭക്ഷണമില്ലാതിരിക്കണം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഞാനിതൊന്നും പറയാതെ ഒന്നും ചോദിച്ചില്ല, കൃഷ്ണനൊന്നും പറഞ്ഞുമില്ല, ഞാൻ ഇനി ചെന്നിട്ട് എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൃഷ്ണനാമം ജപിച്ച് അവനവന്റെ സ്ഥലത്തെത്തിയപ്പം സ്ഥലം തെറ്റിപ്പോയി. എനിക്ക് മതിവെന്നപ്പോ ഞാൻ തിരിച്ച് ദ്വാരകയിൽ തന്നെ എത്തിയെന്ന് തോന്നുന്നു. വട്ടത്തിൽ കറങ്ങി ഞാൻ ദ്വാരകയിൽ തന്നെ തിരിച്ചെത്തിയ പോലെ തോന്നുന്നുണ്ടല്ലോ, അതുപോലെ സുന്ദരമായ ഒരു ഭവനമാണല്ലോ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഭാര്യയും മക്കളും സർവാഭരണ വിഭൂഷിതരായിട്ട് ഇദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് വരികയാണ്. അപ്പോഴാണ് കുചേലന് മനസ്സിലായ, ഒരൊറ്റപ്പിടി അവലുകൊണ്ട് ഭഗവാൻ സർവ സമ്പത്തും സർവ ഐശ്വര്യങ്ങളും, കാരണം കുചേലന് നീ ഈ പ്രാരബ്ധമില്ലാതെ നാമം ജപിക്കുവാനും പ്രാരബ്ധമില്ലാതെ ഈശ്വരപ്രാപ്തി നേടുവാനും ധ്യാനിക്കാനും ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആരും ശല്യപ്പെടുത്തില്ല, തന്നെ താനെ ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ ഐശ്വര്യങ്ങളും നന്ദിയാണ് ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് കുചേലനെ. അങ്ങനെയാണ് ഭഗവാന്റെ ആ പ്രിയ സുഹൃത്തിനെ അങ്ങനെ പിന്നെ അനുഗ്രഹിച്ച ആ കഥ. അത് എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും ലോകത്ത് ആർക്കും മതിയാവുന്നില്ല. ആ സുഹൃത് ബന്ധത്തിന്റെ കഥ വീണ്ടും വീണ്ടും പേർത്തും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ എല്ലാവരും. ശുഖബ്രഹ്മർഷി തന്നെ പരാശര മഹർഷി അല്ല പരീക്ഷത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ സന്തോഷമായിട്ട് അങ്ങനെ ജീവിക്കുന്നു. അപ്പം ജന്മജന്മാന്തരങ്ങളിലും ഭഗവാന്റെ മൈത്രിയും ഈ സ്നേഹവും ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കുചേലന്റെ പ്രാർത്ഥന. കുചേലന് സ്വത്തും വേണ്ട, സമ്പത്തും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ അവര് വീണ്ടും അനാസക്തരായിട്ട്, അദ്ദേഹം ഒരു ശക്തി ഇല്ലാതെ അനാസക്തനായിട്ട് ഈശ്വര പൂജയിൽ മുഴുകി അങ്ങനെ ജീവിക്കും. രാമകൃഷ്ണന്മാർ ദ്വാരയിൽ വസിക്കുന്ന കാലത്ത് അപ്പൊ വേറൊരു സംഭവം പറയാം. അത് എത്ര കേട്ടാലും പരീക്ഷത്തിന് മതിയാവുന്നില്ല. അപ്പൊ ശുഖബ്രഹ്മർഷി ഓരോരോ കഥകളായിട്ട് ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ പറയണം. അപ്പം ഈ സൗഹൃദ പിന്നെ അവര് തമ്മിലുള്ള കണ്ടുമുട്ടൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി എന്താണ് വേണം? അപ്പൊ രാമനും ബലരാമനും ശ്രീകൃഷ്ണനും ദ്വാരകയിൽ വസിക്കുന്ന കാലത്ത് ഒരു ദിവസം ഭയങ്കരമായ ഒരു സൂര്യഗ്രഹണം ഉണ്ടാവും. അപ്പം സൂര്യഗ്രഹണം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞു. അപ്പൊ സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും തീർത്ഥസ്നാനം ചെയ്യും. സൂര്യഗ്രഹണത്തിന് മംഗളാചരണത്തിനായിട്ട് എല്ലാവരും തീർത്ഥസ്നാനം ചെയ്യണം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു സൂര്യഗ്രഹണം വരികയാണ്, അതുകൊണ്ട് സമന്തക പഞ്ചകം എന്ന തീർത്ഥത്തിലെത്തണം. സമന്തക പഞ്ചകം അങ്ങനെ അറിയോ? അതെന്ന് വെച്ചാല് അവിടെ ഉണ്ടാക്കിയ ഹൃദം ഓരോരോ കുളങ്ങളാണ്, 5 കുളങ്ങളാണ്. ആ കുളം എങ്ങനെ ഉണ്ടാക്കി അറിയോ? ഭാർഗവരാമൻ ക്ഷത്രിയ വംശ ധ്വംസനം ചെയ്തു നടന്നപ്പം അവിടെ രാജാക്കന്മാരെയൊക്കെ സംഹരിച്ച് അവരുടെ രക്തം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹൃദങ്ങളായിരുന്നു അത് പിന്നെ പരശുരാമൻ പിന്നെ ഇതെല്ലാം രക്ഷണാർത്ഥമായിട്ട് അദ്ദേഹം അവിടെ തന്നെ എല്ലാം അനുഷ്ഠിച്ച ശേഷം അദ്ദേഹം മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ് ചെയ്യാനായിട്ട് പോകും.
അപ്പം ഈ തീർത്ഥസ്ഥാനമായി തീർന്നു. അത് ഭയങ്കരമായ ഒരു തീർത്ഥസ്ഥാനം. ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ തന്നെ അവതരിച്ചതാണ് പരശുരാമനായിട്ട്. അപ്പൊ അങ്ങനെ അതങ്ങനെ ആ തീർത്ഥസ്ഥാനത്ത് അപ്പം ഭാരതത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആ കാലം തൊട്ട്, എത്ര 5000 years ബാക്ക്, അന്ന് തൊട്ട് തന്നെ എല്ലാവരും അവിടെ വരും. അപ്പോഴാണ് വസുദേവര്, ആഹുകൻ, വിഷ്ണുകളെല്ലാം, വിഷ്ണു വംശത്തിലെ എല്ലാവരും വരും. അപ്പോഴാണ് ആദ്യമായിട്ട് ഗോപന്മാരുടെ അവിടുന്ന് നന്ദഗോപരുടെ നേതൃത്വത്തില് ഗോപന്മാരും ഗോപികമാരും എല്ലാവരും ആ സമന്ത പഞ്ചകത്തിലെത്തും. അപ്പം വൃഷ്ണികളൊക്കെ അവിടെ വന്ന് ഈ പഞ്ചകൃതങ്ങളിലൊക്കെ സ്നാനം ചെയ്ത് കുശലപ്രശ്നമൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കണു. വസുദേവൻ, ഉഗ്രസേനൻ എല്ലാവരും എത്തും. ശ്രീകൃഷ്ണനാണെങ്കിൽ 8 പത്നിമാർ, അഷ്ടപത്നിമാരാണ്, അവരാണ് പട്ടമഹിഷികൾ. അവരെ 8 പേരുമായിട്ട് വന്നു. കൗരവന്മാർ, പാണ്ഡവന്മാര്, അവരുടെ പത്നിമാര്, സുഭദ്ര, ദ്രൗപദി, കുന്തി, എല്ലാവരും ഉണ്ട്. എല്ലാവരും വന്നപ്പോഴത്തേക്കും യാദവന്മാരും ഒക്കെ വന്നു. അപ്പം എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗോപകന്മാരും ഗോപികമാരും ഒക്കെ വന്നപ്പോ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം 11 വയസ്സിൽ പോയ കൃഷ്ണനാണ്. ഇപ്പൊ കൃഷ്ണൻ എത്ര വയസ്സായി? 30 വയസ്സെങ്കിലും ആയി കാണുമല്ലോ. കുറേ വർഷമായി, മക്കളൊക്കെ ആയില്ലേ, ഒരുപാട് വിവാഹമൊക്കെ കഴിച്ചു, 40 വയസ്സായി കാണും. അപ്പൊ ഗോപസ്ത്രീകൾക്ക് കൃഷ്ണനെ കണ്ടിട്ടും മതിയാവണില്ല. അവർക്ക് ആ ആ രൂപമാണ് അവരുടെ കണ്ണിൽ നിൽക്കുന്നത്. അവർ ഒരുപാട് കഴിഞ്ഞ് കൃഷ്ണനെ കണ്ടിട്ട് അവര് വളരെ ആനന്ദം അനുഭവിക്കുകയാണ്, നന്ദഗോപുരം എല്ലാവരും. അവര് കൃഷ്ണസ്മരണയോടെ മാത്രം ജീവിക്കുന്ന ആൾക്കാരാണ് ഗോപികമാർ. അവർക്ക് കൃഷ്ണൻ ഇല്ലാന്ന് തോന്നിയിട്ടേ ഇല്ല. രാധ അടുത്ത് കൃഷ്ണൻ തന്നെ പറയും, രാധയെ ഞാൻ വന്നു എന്ന് പറയുമ്പം രാധ ചോദിക്കും, കൃഷ്ണൻ പോയോ എന്ന് ചോദിക്കും. കൃഷ്ണൻ പോയിട്ടില്ലല്ലോ, ഇവിടെ എല്ലാത്തിലും കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുകയല്ലേ, മണ്ണിലും തുരുമ്പിലും ഇലയിലും പൂവിലും കായിലും എല്ലാത്തിലും നീ തന്നെയല്ലേ കൃഷ്ണ, നീ എവിടെ പോയി? കാറ്റിലും സൂര്യനിലും ചന്ദ്രനിലും എല്ലാത്തിലും നീ തന്നെയുള്ളത്, നീ പോയിട്ടില്ലല്ലോ എന്ന് കൃഷ്ണനോട് രാധ പറയും. അത്രയ്ക്കാണ് അവരുടെ തീക്ഷ്ണമായ കൃഷ്ണഭക്തി, കൃഷ്ണസ്മരണ. അപ്പൊ എന്തായാലും കൃഷ്ണൻ അവരെല്ലാവരുടെ അടുത്ത് പോയി നല്ല സന്തോഷത്തോടുകൂടി അവരെയൊക്കെ ആലിംഗനം ചെയ്ത് അവരോടൊക്കെ സന്തോഷമായിട്ട്, അവരെല്ലാവരും കൊച്ചിലെ കുഞ്ഞായിരുന്നപ്പോ വളർത്തിയവരല്ലേ, അവർ ആ സ്നേഹം മുഴുവൻ കൃഷ്ണൻ അവരോട് പ്രദർശിപ്പിച്ച് അങ്ങനെ വളരെ അനുഗ്രഹിച്ച് ഇരിക്കും. അപ്പൊ യുധിഷ്ഠിരനും സുഹൃത്തുക്കളെല്ലാവരുമായിട്ട് പിന്നെ കുശല പ്രശ്നമൊക്കെ ചെയ്ത്, അപ്പൊ യാദവ സ്ത്രീകളും പാണ്ഡവ സ്ത്രീകളും, യാദവ കൃഷ്ണന്റെ ഭാര്യമാരും പാണ്ഡവന്മാരുടെ ഭാര്യമാരും, അവർക്ക് കൃഷ്ണന്റെ ചരിതങ്ങൾ പറയാനാണ് ഇഷ്ടം. അപ്പൊ ഓരോരുത്തരും, ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വിവാഹങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, എങ്ങനെയാണ് നിങ്ങളെ എല്ലാവരെയും കൃഷ്ണൻ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ രുക്മിണി പറഞ്ഞു, രുക്മിണിയാണ് ആദ്യം വിവാഹം കഴിച്ചത്. രുക്മിണി പറഞ്ഞു, എന്നെ ശിശുപാലിന് കൊടുക്കാൻ വെച്ചിരുന്നാണ് എന്റെ ജ്യേഷ്ഠൻ, എന്നെ കൃഷ്ണൻ കൃത്യസമയത്ത് ഒന്ന് തട്ടിക്കൊണ്ടുപോയി എല്ലാവരെയും തോൽപ്പിച്ചു എന്ന് പറഞ്ഞു. സത്യഭാമ പറഞ്ഞു, സെമന്തകം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് അവമാനിച്ചു എന്റെ അച്ഛൻ. അപ്പൊ അതിന് പ്രായശ്ചിത്തമായിട്ട് സെമന്തകവും എന്നെയും കൂടെ ഭഗവാന് നൽകിയതാണ് എന്ന് പറഞ്ഞു. അപ്പം ജാമ്പവതി പറഞ്ഞു, ഈ സെമന്തകം എന്റെ അച്ഛൻ എനിക്ക് കളിക്കാൻ തന്നിരിക്കുകയായിരുന്നു, അത് കണ്ടുപിടിച്ചിരുന്നപ്പോ ശ്രീരാമൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ അറിയാതെ ജാമ്പവാൻ ഭഗവാനായിട്ട് യുദ്ധം ചെയ്തു, അതിന് പ്രായശ്ചിത്തം ഭഗവാനോട് ഞാൻ യുദ്ധം ചെയ്തല്ലോ എന്നുള്ള സങ്കടം തീർക്കാനായിട്ട് സമന്തകമണിയും എന്നെയും കൂടെ ഭഗവാന് നൽകി എന്ന് പറഞ്ഞു. കാളിന്തി പറഞ്ഞു, ഞാനിങ്ങനെ ഭഗവാനെ മാത്രമേ വിവാഹം ചെയ്യുന്നുള്ളൊരു പിന്നെ നിശ്ചയത്തോടുകൂടി ഇങ്ങനെ നടക്കുകയായിരുന്നു. എനിക്ക് എൻ്റെ അച്ഛൻ സൂര്യദേവൻ അത് യമുനയിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൽ താമസിച്ചിട്ട് യമുന നദിയുടെ തീരത്തൂടെ നോക്കുമ്പോൾ കൃഷ്ണനും കൃഷ്ണന്റെ സുഹൃത്തായ അർജുനനും അവിടെ വന്ന് കൃഷ്ണൻ പറഞ്ഞയച്ചിട്ട് അർജുനനോട് വന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു. അപ്പൊ ഉടൻ തന്നെ ഭഗവാൻ വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മിത്രവിന്ദ പറഞ്ഞു, സ്വയംവര സമയത്ത് എല്ലാവരും വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കൃഷ്ണൻ മാത്രം, ഞാൻ കൃഷ്ണനെ മനസ്സാ വരിച്ചതാണ്, അതുകൊണ്ട് കൃഷ്ണൻ അതറിയാം. അതുകൊണ്ട് ഭഗവാൻ വന്ന് എന്നെ അപഹരിച്ചുകൊണ്ട്, അവരെല്ലാവരുടെയും മുമ്പ്, അപഹരണം എന്ന് വെച്ചാൽ എന്താ, തട്ടിയെടുത്തോണ്ട് പോവുക എന്ന് വെച്ചാൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവർക്ക് കള്ളത്തരമല്ലല്ലോ, എല്ലാവരും കാണുകയാണ് കൊണ്ടുപോണത്. അങ്ങനെ കൊണ്ടുപോയി ഭഗവാന്റെ കൂടെ അപ്പൊ സത്യ പറഞ്ഞു, ഞാനാണെങ്കിൽ എൻ്റെ അച്ഛൻ ഈ എന്നെ വിവാഹം ചെയ്യാൻ വരുന്നവർ 7 കാളകളും, ആ കൂറ്റൻ കാളകള്, അവരെ ഒരുമിച്ച് അവരെ കെട്ടണം, അവരെ കെട്ടുന്നവർക്ക് ആർക്കത്തെ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ആർക്കും സാധിച്ചില്ല. അവസാനം ഭഗവാൻ അത് നിഷ്പ്രയാസം സാധിച്ചപ്പം എൻ്റെ അച്ഛൻ എന്നെ അദ്ദേഹത്തിന് നൽകി എന്ന് പറഞ്ഞു. ഭദ്ര പറഞ്ഞു, എനിക്ക് ഭഗവാൻ എൻ്റെ സ്വന്തമാണ്, മാതുലനാണ്. അവർക്ക് മാതുലനെ കല്യാണം കഴിക്കുന്ന കാര്യമുണ്ടല്ലോ, മാതുലനെ മാതുല പുത്രനെ ഒക്കെ കല്യാണം കഴിക്കും. അപ്പൊ മാതുലനായ കൃഷ്ണനോട് ഭയങ്കര അനുരാഗമായിരുന്നു.
അത് ഭദ്രയുടെ ബ്രദേഴ്സിന് അറിയാം. അപ്പൊ അവര് ഭഗവാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഭദ്രയ്ക്ക് അങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് അവളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ് ഭദ്രയെ എനിക്ക് കൊടുത്തു. അപ്പൊ ലക്ഷ്മണ പറഞ്ഞു, നാരദ മഹർഷിയാണ് അച്യുതന്റെ കീർത്തനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ അദ്ദേഹത്തെ മനസ്സാ വരിച്ചു, വേറെ ഒരാളെ വിവാഹം ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് രാജാക്കന്മാരൊക്കെ വന്നെങ്കിലും എൻ്റെ അച്ഛൻ പറഞ്ഞു അർജുനൻ. അപ്പൊ എന്നിട്ട് ലക്ഷ്മണ രുക്മിണിയോട് പറയണം, നിന്നെ വിവാഹം ചെയ്യാനായിട്ട് അർജുനൻ ഇത് ഒരു കിളിയെ താഴ്ത്ത വീട്ടിലെ അതെങ്ങനെയാണ് മുകളിൽ കറങ്ങുന്ന കിളിയെ നോക്കിക്കൊണ്ടാണ് ചെയ്തത്. പക്ഷെ എന്നെ വിവാഹം ചെയ്യാനായിട്ട് കൃഷ്ണൻ വന്നപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞത് മുകളിൽ നോക്കാൻ പാടില്ല, താഴെ നിഴലിൽ നോക്കി ചെയ്യണം. അങ്ങനെ ഭഗവാൻ ചെയ്തു. അങ്ങനെയാണ് എന്നെ വീണ്ടെടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണഭക്തിമാർക്ക് എല്ലാവർക്കും ഭഗവാനുള്ള ആ വളരെ വലിയ സ്നേഹം കണ്ടിട്ട് പിന്നെ രുക്മിണിക്കും അല്ല ദ്രൗപദിക്കും സുഭദ്രയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. അവരങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ അവര് പരസ്പരം സന്തോഷമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, കൃഷ്ണനോടും ധൃതരാഷ്ട്രോടും യുധിഷ്ഠിരനോടും ഒക്കെ യാത്ര പറഞ്ഞ് എല്ലാവരും. ഇപ്പൊ കുറേ മാമുനിമാരവിടെ വന്നു. ഈ സ്ഥലത്ത് തന്നെ കുറേ മാമുനിമാരവിടെ വന്നിട്ട്, ദേവന്മാർക്ക് പോലും കിട്ടാത്ത ദർശനമാണ് അങ്ങയുടേത്, ഞങ്ങൾക്ക് തന്നല്ലോ, അതുകൊണ്ട് പ്രജാപതികൾക്ക് പോലും അധീശന്മാരും തത്വജ്ഞാനികൾ ഉത്തമന്മാരുമായ പിന്നെ ജനങ്ങൾക്ക് പോലും അങ്ങയുടെ മായയാൽ, അവര് പോലും അങ്ങയുടെ മായയാൽ മോഹിതരാണ്. അതുകൊണ്ട് അങ്ങ് ഗൂഢമായിട്ട് സ്വേച്ഛയാ എല്ലാവരിടത്തും വിധേയന പോലെ വർത്തിക്കുന്നു. പക്ഷെ അത് അങ്ങയുടെ മായയാണ്. അപ്പം പാപനാശകവും പുണ്യദായകവും സിദ്ധയോഗികളൊക്കെ സ്വഹൃദയങ്ങൾ വെച്ചിരിക്കുന്നതുമായ അവിടുത്തെ കാലിനെ ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങള് അങ്ങയെ പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണനോടും ധൃതരാഷ്ട്രരോടും യുധിഷ്ഠിരനോടും ഒക്കെ യാത്ര പറഞ്ഞ് മാമുനിമാരൊക്കെ മടങ്ങിത്തോകാനായിട്ട് പോകും. അപ്പം അച്ഛനായ വസുദേവര് മാമുനിയോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും വളരെ ജ്ഞാനികളായ ഋഷികളല്ലേ, എനിക്കാണെങ്കിൽ ഈ ലോക ജീവിതത്തിൽ മുഴുകിയിട്ട് എനിക്ക് ജ്ഞാനമില്ല, അതുകൊണ്ട് എനിക്കൊന്ന് ജ്ഞാനം ഉപദേശിച്ചു നൽകണം, അതിന് യാഗങ്ങൾ ചെയ്യണം, അതിനുവേണ്ടി എന്നെ സഹായിക്കണം, കർമ്മനാശത്തിന് വേണ്ടി യാഗങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ അതിനുള്ള വളരെ സമർത്ഥരായതുകൊണ്ട് നിങ്ങൾ ആ യാഗം എനിക്ക് വേണ്ടി ചെയ്തു തന്നു. അപ്പൊ നാരദ മഹർഷി പറഞ്ഞു, വസുദേവർ അങ്ങനെ പറഞ്ഞതിൽ ഒട്ടും അത്ഭുതമില്ല. സ്വന്തമായിട്ട്, അതായത് ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്ന് പറയും. അതായത് നമുക്ക് നിത്യേന കിട്ടുന്നതോ അനുഭവിക്കുന്ന വസ്തുക്കളോട് നമുക്ക് വില ഉണ്ടാവില്ല. അപ്പൊ അതാണ് നാരദൻ പറയണേ, എപ്പോഴും കൂടെ ഇരിക്കുന്ന പരമാത്മാവ, ആരെ പ്രാപിക്കാനാണോ യാഗങ്ങളും ഒക്കെ ചെയ്യുന്നത്, അതേ ഭഗവാനാണ് മകനായിട്ട് കൂടെ ഇരിക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കാൻ വസുദേവർക്ക് സാധിക്കുന്നില്ല. കാരണം മമത വന്നിട്ട് ആ മായയിൽ മയങ്ങിപ്പോയിട്ട് അത് സാധിക്കുന്നില്ല. അത് സർവ്വസാധാരണമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ജ്ഞാനം ഉണ്ടാവുന്നതിനായിട്ടും കർമ്മനാശം വരുന്നതിനായിട്ടും സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മാമുനിമാര് രാജാക്കന്മാരും രാമകൃഷ്ണന്മാരും കേൾക്കെ വസുദേവരെ സംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, യജ്ഞേശ്വരനായ വിഷ്ണുവിനെ ശ്രദ്ധാപുരസ്സരം യാഗങ്ങൾ കൊണ്ട് ആരാധിക്കുകയാണ് കർമ്മത്താൽ കർമ്മനാശം സംഭവിക്കുവാനുള്ള ഉത്തമ ഉപായം. അതുകൊണ്ട് ചിത്തശാന്തിക്ക് വേണ്ടി ജ്ഞാനികൾ ശാസ്ത്രനേത്രം കണ്ടുപിടിച്ച് സുഗമമായ യോഗം കൊണ്ട് യാഗങ്ങളൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് വസുദേവ, അങ്ങ് പരമഭക്തിയോടുകൂടി സർവേശ്വരനായ ഹരിയെ ആരാധിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അതുകൊണ്ടാണ് അങ്ങേക്ക് സർവേശ്വരനായ ഭഗവാൻ തന്നെ മകനായി വന്ന് ജനിച്ചത്. അങ്ങയുടെ മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ പുണ്യവാനാണ് എന്ന് പറയും. അപ്പം വസുദേവൻ അവരെ സാഷ്ടാംഗം നമസ്കരിച്ച് അവരെ എല്ലാവരെയും ഋത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുന്ന പുരോഹിതന്മാരാണ് ഋത്തിക് എന്ന് പറഞ്ഞാൽ, അവരെ എല്ലാവരെയും ഋത്തിക്കായിട്ട് അനുമിച്ച് അവിടെ വെച്ച് തന്നെ വസുദേവനെ കൊണ്ട് അനേകം ഉത്തമമായ യാഗങ്ങൾ അനുഷ്ഠിപ്പിക്കുകയാണ്. അങ്ങനെ വസുദേവന്റെ യാഗത്തിൽ കുളിച്ച് ഉടുത്തുരുങ്ങി എല്ലാവരും താമരമാല അണിഞ്ഞ വിഷ്ണുകളും മോടിയായി അലങ്കരിച്ച രാജാക്കന്മാരും എല്ലാവരും പങ്കുകൊണ്ടു. യാഗാവസാനത്തിൽ വസുദേവൻ സർവാഭരണ വിഭൂഷിതരായ പുരോഹിതന്മാർക്ക് ശാസ്ത്രവിധി പ്രകാരം ഒരുപാട് പിന്നെ ദക്ഷിണയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നൽകും. ഗോക്കളും പിന്നെ ഭൂദാനം, പിന്നെ സ്വർണദാനം, ഇത് എന്നിവ ഒരുപാട് വസ്തുക്കൾ നൽകും. എന്നിട്ട് വസുദേവന്റെ 2 പത്നിമാരാണല്ലോ, യശോദയും ദേവകിയും രോഹിണിയും, അവരുടെ കൂടെ ഇന്ന് വസുദേവനും ഭാര്യമാരോടൊപ്പം എല്ലാം ചെയ്ത്
എല്ലാവരും സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പൊ ശ്രീകൃഷ്ണന്റെ അനുമതി വാങ്ങിക്കൊണ്ട് ഈ എല്ലാവരും അവരവരുടെ വസതികളിലേക്ക് മടങ്ങിപ്പോയി. ധൃതരാഷ്ട്ര, വിദുരർ, പാണ്ഡവന്മാർ, കുന്തി, അതായത് എല്ലാ കുടുംബങ്ങളും കൗരവന്മാരും എല്ലാവരും ഉണ്ട്. ഭീഷ്മർ, ദ്രോണർ, നാരദൻ, വ്യാസൻ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാവരും വന്ന് യാദവന്മാരെ ആലിംഗനം ചെയ്ത് സ്നേഹാദ്ര ചിത്തരായിട്ട് വിരഹവേദനയോടെ പിരിഞ്ഞു പോണ ഒരു സംഭവമാണ് അവിടെ നടന്നത്. അത്ര സ്നേഹത്തോടെ ആ ഒരു സംഭവം ആണ് യുദ്ധത്തിന് മുമ്പ് ഉണ്ടായത്. മനസ്സിലായി? എല്ലാവരും വന്ന് സന്തോഷത്തോടു കൂടി ചെയ്തിട്ട് പോയി ധൃതരാഷ്ട്രമൊക്കെ. അതായത് കുന്തി, ഭീഷ്മർ, ദ്രോണർ, നാരദർ, വ്യാസൻ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരെല്ലാവരും വന്നു ചേർന്ന് യാദവന്മാരെ ആലിംഗനം ചെയ്ത് സ്നേഹാദൃശിത്തരായി വിരഹവേദനയോടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. നന്ദഗോപരും ഗോപന്മാരും അതുപോലെ പറഞ്ഞു, ഞങ്ങൾക്ക് രാമകൃഷ്ണന്മാരെ കണ്ടിട്ട് മതിയായിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞു കുറച്ച് ദിവസം കൂടെ ഇവിടെ താമസിക്കാം. അങ്ങനെ 3 മാസം അവരവിടെ താമസിച്ചു. എന്നിട്ട് വസുദേവനാണെങ്കിൽ നന്ദഗോപർ തന്റെ മക്കളെ രണ്ടുപേരെയും കംസനിൽ നിന്ന് രക്ഷിച്ചൊളിച്ച് വളർത്തിയില്ലേ, അതിനൊരുപാട് പിന്നെ നന്ദി. അവര് വലിയ ഫ്രണ്ട്സാണ്. അപ്പൊ വലിയ നന്ദിയൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ അവര് അവിടെ താമസിക്കുകയാണ്. 3 മാസം അവിടെ താമസിച്ചിട്ട് അവർക്കും ഇതുപോലെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ നൽകി അവരെ പറഞ്ഞയച്ചു. അങ്ങനെ ഒരിക്കല് അടുത്തു വന്ന് പാദവന്ദനം ചെയ്ത രാമകൃഷ്ണന്മാരോട് മാമുനിവരുടെ വാക്കിൽ നിന്നും മഹത്വം മനസ്സിലാക്കിയ വസുദേവർ പ്രീതിപൂർവം പറഞ്ഞു, മഹായോഗിയായ കൃഷ്ണ, സനാതനനായ സംഘർഷണ, നിങ്ങളിരുവരും ഈ പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനഭൂതരായ പ്രകൃതി പുരുഷന്മാരും അതിന്റെ നിയാമകന്മാരുമാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു. കൃഷ്ണ, ഈ പ്രപഞ്ചത്തിന്റെ കർത്താവും കാരണവും ഉപാദാനവും ആധാരവും പ്രധാന പുരുഷേശ്വരനും അങ്ങ് തന്നെയല്ലേ? നിങ്ങൾ ഇരുവരും ഞങ്ങളുടെ പുത്രന്മാരല്ല. നിങ്ങള് ക്ഷത്രിയരെ നശിപ്പിക്കുവാനായിട്ട് ഭൂഭാരം കൊണ്ട് ദേവി കഷ്ടപ്പെടുന്നത് കൊണ്ട് ആ ഭൂഭാരം തീർക്കുവാനായിട്ട് ജനിച്ച അവതാര പുരുഷന്മാരാണ് നിങ്ങൾ എന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ട്. പരമാത്മാവായ അങ്ങേ മകനെന്ന് എണ്ണുന്നതിനും നശ്വരമായ ശരീരത്തെ ആത്മാവെന്ന് കരുതുന്നതിനും എനിക്ക് കാരണമായി. അത് എൻ്റെ ഇന്ദ്രിയ ലാലസം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു, അങ്ങയെ ശരണം പ്രാപിക്കുന്നു എന്ന് പറയാണ്. മകനോട് അച്ഛൻ പറയാണ്. അപ്പൊ ഭഗവാൻ പിതാവിന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് വിനയ പുരസ്സരം നമസ്കരിച്ചുകൊണ്ട് അച്ഛനെ അങ്ങോട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, മന്ദഹാസത്തോടെ പറഞ്ഞു, അച്ഛാ, മക്കളായ ഞങ്ങളെ ഉപദേശിച്ച് അങ്ങ് ചെയ്ത തത്വോപദേശം വളരെ അർത്ഥവത്താണെന്ന് ഞങ്ങൾ കരുതുന്നു. ഞാനും അങ്ങും ജ്യേഷ്ഠനും പിന്നെ ദ്വാരകാവാസികളും സർവചരാചരങ്ങളും ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് തന്നെയാണെന്ന് കരുതപ്പെടുവാൻ അർഹരാകുന്നു. ഏകനും സ്വയം പ്രകാശനും നിർഗുണനുമായ ആത്മാവ് സുശിഷ്ടമായ ഗുണങ്ങളെ കൊണ്ട് ബന്ധം കൊണ്ട് അനിത്യനെ പോലെ പെരുമാറുന്നു, ബഹുരൂപനെ പോലെ കാണപ്പെടുന്നത്. ഏകൻ തന്നെയാണ് ആത്മാവ്. ഈ ഏകനായ പരമാത്മാവിനെയാണ് നമ്മൾ അനേകമായിട്ട് കാണുന്നത്. ഏകോഹം ബഹുസ്യാം എന്നാണ് ഉപനിഷത്തിൽ പറയുന്നത്. ഏകോഹം ബഹുസ്യാം, ഞാൻ ഏകനാണ്, ഏകൻ തന്നെ ഒരുപാടായിട്ട് മാറി. അപ്പൊ ചരാചരങ്ങളിൽ ഏകനായ ആത്മാവ് തന്നെയാണ് വിളങ്ങുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ അരുളപ്പാട് കേട്ടപ്പം വസുദേവർക്ക് ജ്ഞാനം ഉണ്ടാവുകയാണ്. നാനാത്വ ബുദ്ധിയൊക്കെ നശിച്ച് അദ്ദേഹം ഉണ്ടാതിരുന്നു. അങ്ങനെ സ്വപുത്രന്മാർ ഇങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം കേട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ആര്? ദേവകി ഇങ്ങനെ പുത്രന്മാരുടെ മഹത്വങ്ങളും അതും ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ആരോ പറഞ്ഞു കൊടുത്തു, ഗുരുദക്ഷിണ കൊടുത്തത് എന്താണെന്ന് അറിയാമോ? ഗുരുവിന്റെ മകൻ മരിച്ചുപോയിരുന്നു. മരിച്ചുപോയ മകനെ തിരികെ കൊണ്ടു കൊടുത്തു. അങ്ങനെയാണ് ഗുരുദക്ഷിണ നൽകിയത് രാമൻ, ലക്ഷ്മണൻ, കൃഷ്ണൻ എന്ന് പറഞ്ഞു. അപ്പൊ ദേവി പറഞ്ഞു കൃഷ്ണനെ രാമനെ അടുത്തിച്ച്, മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഇത്രയും വീരന്മാരല്ലേ, എനിക്ക് നിങ്ങൾക്ക് മുമ്പ് കംസൻ പിന്നെ കൊന്നുകളഞ്ഞ 6 മക്കള്, എനിക്ക് അവരെ ഒന്ന് എടുക്കാൻ പോലും പറ്റിയിട്ടില്ല. അവരെ ഒന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ഒരു മോഹം. അതൊന്ന് സാധിച്ചു തരുമോ? നിങ്ങൾ ഗുരുവിന് ദക്ഷിണ കൊടുത്തത് മകനെ കൊണ്ടുവന്ന് കൊടുത്തിട്ടല്ലേ, എൻ്റെ മക്കളെ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അപ്പൊ രാമകൃഷ്ണന്മാര് പറഞ്ഞു, ശരി അമ്മ, ശരി. രാമകൃഷ്ണന്മാരെ യോഗമായി ആശ്രയിച്ചുകൊണ്ട് സുതലത്തിലേക്ക് പോകും. സുതലത്തിൽ ആരാ ഉള്ളത്? വാമനാവതരത്തിൽ സുതലത്തിലേക്ക് മഹാബലിയാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. അവിടെ വാമനൻ തന്നെ കാവലും നിൽക്കുന്നുണ്ട്. ആ സുതലത്തിൽ എത്തിയപ്പോഴത്തേക്ക് അവര് ഭഗവാൻ കൃഷ്ണനും രാമനുമാണെന്ന് അറിഞ്ഞിട്ട് എല്ലാവരും പിന്നെ വളരെ ആനന്ദത്തോടു കൂടി അവരെ സ്വീകരിച്ച്
മഹാബലി ആണെങ്കിൽ വിശിഷ്ട പീഠങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്തിനാണ്? പിന്നെ അപ്പം ഭഗവാൻ മഹാബലിയോട് പറഞ്ഞു, സ്വയംഭൂ മന്വന്തരത്തിൽ ഊർണ എന്ന ഭാര്യയിൽ മരീചി എന്ന് പറഞ്ഞാല് പിന്നെ സപ്തഋഷിയുള്ള ഒരാളാണ് മരീചി. പിന്നെ ബ്രഹ്മാവിന്റെ മകനുമാണ്. മരീചിക്ക് 6 പുത്രന്മാരുണ്ടായി, ഒരു പുത്രിയും ഉണ്ടായി. അത് ഭഗവാൻ തന്നെ, ബ്രഹ്മാവ് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. 6 പുത്രന്മാരുണ്ടായി. ഒരു പുത്രി ഉണ്ടായ സരസ്വതി ദേവിയാണ്. സരസ്വതി ദേവി അതിസുന്ദരിയായ ഒരു പുത്രിയെ എല്ലാം പുത്രന്മാരുണ്ടാക്കിയിട്ട് ഒരു പുത്രിയെ ഉണ്ടാക്കിയപ്പോ ബ്രഹ്മാവിന് തന്നെ ഒരു ശകലം ഒരു ചിത്തഭ്രംശം ഉണ്ടായി. അതായത് ഒരു കാമം ആ മകളാണെന്ന് ഓർക്കാതെ ആ സ്ത്രീ രൂപത്തിലേക്ക് ഒരു കാമത്തോടുകൂടി അദ്ദേഹം നോക്കും. അപ്പം മക്കള് തന്നെ അദ്ദേഹത്തെ പരിഹസിക്കുമ്പോ ഒരു കർമ്മദോഷം. ഭഗവാന് ബ്രഹ്മദേവനെ കളിയാക്കിയില്ലേ, അതിന്റെ ദോഷം ഈ 6 പുത്രന്മാർക്കും, മരീചിയുടെ 6 പുത്രന്മാർക്കും ഉണ്ടാവും. അപ്പൊ അവരെന്ത് പറ്റു? ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായിട്ട് ജനിച്ചു. അടുത്ത ജന്മത്തില് ഹിരണ്യകശിപുവിന്റെ പുത്രന്മാരായിട്ട് ജനിച്ചപ്പോ അവരെല്ലാരും വധിക്കപ്പെട്ടു, അസുരജന്മം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് യോഗമായ അവരെ പിന്നെ ദേവകിയുടെ യോനിയിലേക്ക് എത്തിക്കും. ദേവകിയുടെ മക്കളായിട്ട് പിറക്കാനായിട്ട് പറയും. പക്ഷെ പിറന്ന ഉടൻ തന്നെ അവർക്ക് ശാപമുക്തരാവാനായിട്ട്, പിറന്ന ഉടൻ മരണമാണ് അവർക്ക് വിധിച്ചത്. പിറന്ന ഉടൻ തന്നെ പിന്നെ മരണപ്പെടും. അങ്ങനെ ദേവകി പിന്നെ അങ്ങനെയുള്ള കുട്ടികളാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഈ 6 കുട്ടികൾ. അപ്പം മഹാബലിയോട് പറഞ്ഞു, അങ്ങ് അനുവദിച്ചിട്ട് ഞങ്ങൾ ഈ കുട്ടികളെ ഒന്ന് കൊണ്ടുപോയി അമ്മയെ ഒന്ന് കാണിച്ചു കൊടുത്ത് അവിടെ ശാപമുക്തരാക്കാം, അതുകൊണ്ട് അങ്ങ് അനുവദിക്കണം എന്ന് പറഞ്ഞു. അപ്പം മഹാബലി പറഞ്ഞു, തീർച്ചയായിട്ടും കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് ആ 6 കുട്ടികളെയും മഹാബലിയുടെ പൂജയൊക്കെ സ്വീകരിച്ച് രാമകൃഷ്ണന്മാര് 6 കുട്ടികളെയും കൊണ്ട് ദ്വാരകയിലെത്തി പുത്രന്മാരെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ സന്തോഷത്തോടുകൂടി 6 മക്കളെയും കെട്ടിപ്പിടിച്ച് മടിയിലിരുത്തി അമ്മിഞ്ഞപ്പാലൊക്കെ കൊടുത്ത് അപ്പൊ ദേവകി ദേവിയുടെ പിന്നെ പാല് കുടിച്ചപ്പോ അത് ആര് കുടിച്ച പാലിന്റെ ബാക്കിയാണ്? കൃഷ്ണന്റെ അമ്മയല്ലേ ദേവകി. അതുകൊണ്ട് എന്ത് പറ്റി? അവർക്ക് മോക്ഷം കിട്ടുകയാണ്. അതുപോലെ തന്നെ കൃഷ്ണൻ സ്പർശിച്ചവരെ, കൃഷ്ണനാണ് അവരെ പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ടൊക്കെ പോണത്. അങ്ങനെ കൃഷ്ണന്റെ സ്പർശനവും കൃഷ്ണന്റെ അമ്മയുടെ സ്പർശനവും ലഭിച്ചതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ശാപമോക്ഷം ലഭിച്ചിട്ട് അവര് വളരെ അറിവുള്ളവരായി കൃഷ്ണനെയും രാമനെയും അച്ഛനെയും ബലരാമനെയും എല്ലാവരെയും വന്ദിച്ചിട്ട് അവരവരുടെ സ്വർഗത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ദേവകി ദേവിയുടെ ആഗ്രഹവും സാധിച്ചു കൊടുത്തു. അതേ സമയത്ത് അവർക്ക് അവരെ ശാപമോക്ഷവും ഭഗവാൻ കൊടുത്തു. അപ്പൊ പരീക്ഷിച്ച് ചോദിച്ചു, മഹർഷേ, രാമകൃഷ്ണന്മാരുടെ സോദരിയും എന്റെ പിതാമഹിയുമായ സുഭദ്ര, അതായത് അർജുനന്റെ മകനാണല്ലോ പരീക്ഷിത്ത്, പിന്നെ അഭിമന്യുവിന്റെ മകനാണല്ലോ. അപ്പൊ പറഞ്ഞു എന്റെ അമ്മൂമ്മയാണല്ലോ സുഭദ്ര, എന്റെ പിതാമഹി അച്ചമ്മ. അപ്പൊ അർജുനന് പിന്നെ എങ്ങനെയാണ് വിവാഹം ചെയ്തത് സുഭദ്ര? അതൊന്ന് ചോദിക്കണം എന്ന് പറയുന്നത്. അത് ബലരാമന്റെയും രാമകൃഷ്ണന്റെയും ഏക സഹോദരിയാണ് പിന്നെ സുഭദ്ര. എങ്ങനെയാണ് അർജുനന് വിവാഹം ചെയ്യാൻ സാധിച്ചതെന്ന് ചോദിക്കും. അപ്പം ശുക്രൻ പറഞ്ഞു, വീരനായ അർജുനനെ തന്നെയാണ് സുഭദ്രയെ കൊടുക്കണമെന്ന് ഭഗവാൻ ഇഷ്ടം. ഭഗവാന്റെ ഭയങ്കര സുഹൃത്തും അർജുനൻ അത്ര സ്വഭാവശുദ്ധി, അത്ര നല്ല ഒരാളാണല്ലോ. അതുകൊണ്ട് സുഭദ്രയെ കൊടുത്താൽ കൊള്ളണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ മിണ്ടൂല. കാരണം ജ്യേഷ്ഠന് ഇഷ്ടമില്ലാത്ത ഒന്നും ഭഗവാൻ ചെയ്യില്ല. അഥവാ ചെയ്താലും ഒരു സൂത്രപ്പണിയിലൂടെ. അങ്ങനെയാണ് രുക്മിണിയെ ബലരാമനടുത്ത് പറയാതെയാണ് രുക്മിണിയെ എടുക്കാൻ പോണത്. ബലരാമനടുത്ത് പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ അനുസരിക്കണ്ടേ, അതുകൊണ്ട് പറയാതെ പൊക്കളയും. അപ്പൊ പിന്നെ ബലരാമനോ ഇവൻ പോയി ഇവന്റെ കൂടെ പോവാം എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അങ്ങനെയാ കൃഷ്ണൻ ചെയ്യുക. ചേട്ടന്റെ അനുവാദം ചോദിച്ച് അരുതെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ചോദിക്കാതെ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ബലരാമന്റെ സ്നേഹവും സൗഹൃദവും ഒക്കെ നേടുകയാണ് കൃഷ്ണൻ ചെയ്യുക. അപ്പം ബലരാമനാണെങ്കിൽ ദുര്യോധനനെ ഭയങ്കര ഇഷ്ടമാണ്. ഗുരുവിന്റെ അടുത്ത് ഭയങ്കര ഭക്തിയുള്ള ആളാണ് ദുര്യോധനൻ. അപ്പം പിന്നെ ജനക മഹാരാജാവിന്റെ അവിടെ താമസിക്കുമ്പോഴാണ് പിന്നെ ദുര്യോധനൻ അവിടെ വരുമ്പോഴാണ് ജനക മഹാരാജൻ എന്ന് വെച്ചാൽ സീതയുടെ ഭർത്താവല്ല, സീതയുടെ അച്ഛനായ ജനകനല്ല, സീതയുടെ ആ ജനക മഹാരാജാവിന്റെ, അതായത് മിഥില രാജ്യം ഭരിക്കുന്ന എല്ലാ രാജാക്കന്മാർക്കും ജനകൻ എന്നുള്ള പേര് കിട്ടും. അങ്ങനെ അവിടെ താമസിക്കുമ്പോഴാണ്
ഈ ഗദായുദ്ധമൊക്കെ പഠിപ്പിച്ച് ശിഷ്യനാക്കുന്നത്. അതുകൊണ്ട് ദുര്യോധന്റെ അപ്പുറത്തെ ഗുരുഭക്തിയും സ്വഭാവവും ഒക്കെ കണ്ടിട്ട്, നല്ല സ്വഭാവമൊക്കെ കണ്ടപ്പോഴത്തേക്കും സുഭദ്ര നമ്മുടെ അനിയത്തെ ഇവന് തന്നെ കൊടുക്കാമെന്ന് അദ്ദേഹം മനസ്സ് വിചാരിക്കും. പക്ഷേ ദുര്യോധനന്റെ അസലിയത്തൊക്കെ ഭഗവാൻ അറിയാലോ, അത് ശരിയാവൂല. അപ്പൊ എന്താ ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അർജുനൻ എന്ത് ചെയ്തു? വീരനായ അർജുനൻ ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ഒരു തീർത്ഥയാത്രയ്ക്ക് ഭൂമിയിൽ എല്ലായിടത്തും സഞ്ചരിക്കാൻ പോവാണ്. അങ്ങനെ സഞ്ചരിക്കുന്നിടയ്ക്ക് പ്രഭാസത്തിലെത്തി. പ്രഭാസം എവിടെയാണ്? പിന്നെ ഇവരുടെ സ്ഥലത്തിനടുത്താണ്, ദ്വാരയ്ക്ക് അടുത്താണ്. അപ്പൊ പ്രഭാസത്തിലെത്തിയപ്പോഴത്തേക്കും പിന്നെ ബലരാമൻ സുഭദ്രയെ ദുര്യോധന വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. അച്ഛനും അമ്മയോടും ഒക്കെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലായി. അപ്പൊ പക്ഷെ ഈ പിന്നെ അർജുനൻ എന്ത് ചെയ്തു അറിയോ? ഒരു സന്യാസിയുടെ വേഷം എടുക്കും. ഒരു സന്യാസിയുടെ വേഷത്തിൽ വന്നിട്ട് ഇവിടെ തന്നെ വന്നു. ബലരാമൻ ഇവരുടെ കൊട്ടാരത്തിൽ വന്നപ്പോഴത്തേക്കും വളരെ നല്ല സന്യാസിമാരെയൊക്കെ വളരെ ആദരിക്കും. അവരെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് പൂജ ഏർപ്പെടും. ബലരാമൻ തന്നെ പറഞ്ഞു, ഇത്ര നല്ലൊരു യതിശ്രേഷ്ഠനല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് സുഭദ്ര തന്നെ പൂജിച്ചാൽ മതി, എല്ലാം യതിക്ക് ഭിക്ഷ നൽകുകയും ബാക്കി എല്ലാം ചെയ്യേണ്ടതും സുഭദ്ര മതി എന്ന് പറഞ്ഞു. അപ്പൊ സുന്ദരിയും ഉത്തമയായ സുന്ദര കന്യയെ കണ്ടപ്പോഴത്തേക്കും അർജുനന്റെ കണ്ണങ്ങനെ വിടർന്നു, ഭാവമൊക്കെ മാറി, യതിഭാവമൊക്കെ മാറിയിട്ട് മനസ്സ് സുഭദ്രയെ മനസ്സാ വരിക്കും. സുഭദ്രയ്ക്കാണെങ്കിലോ യതിരൂപമൊക്കെ ആണെങ്കിലും അർജുനനെ കണ്ടപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും, പ്രേമം തോന്നി. ഇപ്പൊ രണ്ടുപേരും പരസ്പരം പ്രേമിക്കും. അപ്പം ഇനി എങ്ങനെയാണ് ഈ കന്യകയായ സുഭദ്രയെ എടുക്കുക, എങ്ങനെയാണ് കൊണ്ടുപോകാനുള്ള അവസരം പാർത്തിങ്ങനെ ഇരിക്കും. അങ്ങനെ അവസരം പാർത്തിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കൃഷ്ണനുണ്ട് കൂട്ടിന് കേട്ടോ. അറിയാതെ കൃഷ്ണൻ കൂട്ടുകൊടുക്കും. അപ്പൊ എന്ത് വെച്ചെന്നറിയാം, ഒരു വലിയ ഉത്സവം വരികയാണ്. അപ്പൊ വലിയൊരു ഉത്സവം വരുമ്പോഴത്തേക്കും പിന്നെ അവര് വലിയ കോട്ടയ്ക്കകത്തല്ലേ താമസിക്കണേ. അപ്പൊ കന്യകയെ കൊണ്ടുപോകാൻ കോട്ടയ്ക്കകത്തു നിന്നും ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. മുഴുവൻ സോൾജേഴ്സും ഒക്കെ ഉള്ളതല്ലേ, ആരും കളിപ്പിച്ചു പോകാനൊന്നും പറ്റില്ല. അപ്പൊ പക്ഷെ ഈ ഇത് വരുമ്പോഴത്തേക്കും കോട്ടയ്ക്ക് പുറത്തിറങ്ങും ഉത്സവ സ്ഥലത്തേക്ക് പോവാനായിട്ട്. ഉത്സവ സമയത്തേക്ക് പോവാനായിട്ട് സുഭദ്രയും മാതാപിതാക്കന്മാരെയും കൃഷ്ണന്റെ അനുമതിയോടുകൂടി തന്നെ സുഭദ്ര അങ്ങനെ പുറത്ത് വന്നപ്പോഴത്തേക്കും അതായത് ദേവകി വസുദേവന്മാരുടെയും അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണന്റെയും അനുവാദത്തോടുകൂടി കൃഷ്ണനെ അർജുനൻ തേരിലേറ്റി കൊണ്ടുപോക്കളെ. തേരിലേറ്റി കൊണ്ടുപോയി അപഹരിച്ചു കൊണ്ടുപോയി പിന്നെ എതിർത്ത ഭടന്മാരെ എല്ലാം പാർത്ഥൻ തോൽപ്പിക്കും. അവസാനം പിന്നെ ബലരാമനും കോപിഷ്ഠനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും കൃഷ്ണൻ കാലി പിടിച്ച് അപേക്ഷിച്ച് പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ സമാധാനിപ്പിച്ചു. ഓ ശരിയെന്ന് പറഞ്ഞു കൃഷ്ണനോട് ഭയങ്കര വാത്സല്യമാണ് ബലരാമന്. അതുകൊണ്ട് അവസാനം നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് സമ്മതിക്കും. അങ്ങനെ എല്ലാം ബലരാമൻ തന്നെ ഒരുപാട് സ്ത്രീധനം, തേരും കാലാളും കുതിരയും അതും ഇതും ദാസിമാരും സ്വർണവും എല്ലാമായിട്ട് അനിയത്തിക്ക് കൊടുത്തു വിടും. അങ്ങനെയാണ് ആ വിവാഹം നടന്നത്, സുഭദ്രയുടെ വിവാഹം. അപ്പൊ ചോദിച്ചു പിന്നെ ശ്രീകൃഷ്ണനിലെ പരമഭക്തിയുള്ള സുതിദേവൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. സുതിദേവൻ എന്നൊരു ബ്രാഹ്മണൻ വിദേഹ രാജ്യത്താണ്, അതായത് മിഥിലാപുരി. ദേഹരാജ്യത്തുള്ള മിഥിലാപുരിയിലാണ് താമസിക്കുന്നത്. സീതാദേവിയുടെ സ്ഥലമാണ്, ഇത് ഇപ്പോഴും ഉണ്ട്. ദ്വാപര യുഗത്തിലുണ്ടായിരുന്ന ആ സ്ഥലം പിന്നെ അല്ല ത്രേതായുഗത്തിലുണ്ടായിരുന്ന ആ സ്ഥലം ദ്വാപരയുഗത്തിലുമുണ്ട്, ഇപ്പോഴുമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ മിഥിലാപുരിയിലാണ് അവർ വസിച്ചിരുന്നത്. അപ്പൊ മിഥിലാവിലെ രാജാവ് ബഹുലാഷൻ എന്നൊരാളായിരുന്നു. രണ്ടുപേരും ഒരു അഹങ്കാരം ഇല്ലാത്തവരും വളരെ ധർമ്മിഷ്ഠരും ഭയങ്കര കൃഷ്ണഭക്തരുമായിരുന്നു. വളരെ വളരെ ശ്രേഷ്ഠരായ കൃഷ്ണഭക്തരായിരുന്നു രണ്ടുപേരും. ആരൊക്കെ? ഒരേ സ്ഥലത്ത്, ഒരേ സിറ്റിയിൽ, ഒരേ പട്ടണത്തിൽ താമസിക്കുന്ന സുതദേവൻ എന്നുള്ള ബ്രാഹ്മണനും പിന്നെ ബഹുലാശൻ എന്ന രാജാവും, രണ്ടുപേർക്കും കൃഷ്ണനിൽ അതീവ ഭക്തിയാണ്. അപ്പം അവരിലത്തെ കൃഷ്ണന് ഭയങ്കര പ്രീതിയായി. രണ്ടുപേർക്കും ഒരുപോലെ ഭയങ്കര ഭക്തരായതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്തു? പിന്നെ അവർക്ക് ദർശനം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് മുനിമാരെയൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു രഥത്തിൽ കയറി വിദേഹ രാജ്യത്തിലേക്ക് പുറപ്പെട്ടു. അപ്പൊ ആരൊക്കെയാണ് മുനിമാര്? നാരദൻ, വാമദേവൻ, അത്രി, വ്യാസൻ, ഭാർഗവരാമൻ, അസിതൻ, ആരുണി, പിന്നെ ശുഗബ്രഹ്മശ്രീ, ബൃഹസ്പതി, കണ്വൻ, മൈത്രേയൻ, ചവനൻ മുതലായ ശ്രേഷ്ഠരായ അന്നത്തെ കാലത്ത് ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാ മാമുനിമാരും ദേവർഷിമാരും എല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഋഷിമാരെല്ലാവരും.
അവരെല്ലാവരും കൂടെ പോയി. ഭഗവാൻ യാത്ര ചെയ്യുന്ന വഴിക്കാണെങ്കിൽ ആൾക്കാർ ഇങ്ങനെ കാത്തു നിന്നിട്ട് എല്ലാവരും ഭഗവാന് കാഴ്ചദ്രവ്യങ്ങളൊക്കെ കൊടുത്ത് അനുമോദിച്ച് പൂജിച്ച് എല്ലാവരും ആരാധിച്ച് അങ്ങനെ പുണ്യശ്ലോകനായ ഭഗവാനെ കണ്ട് അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി മനസ്സ് തെളിഞ്ഞ് എല്ലാവരും ഈ മുനിമാരെ കണ്ടു കിട്ടാനും ഭയങ്കര പ്രയാസമാണല്ലോ. ആ മുനിമാരെയും അതുപോലെ ഭഗവാനെ ഒരുമിച്ചുണ്ട് അവരെല്ലാവരും അവരിൽ ശരണാഗതരായിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ സ്വയം, ജഗദ്ഗുരുവായ ഭഗവാൻ സ്വയം വന്നിരിക്കണു എന്ന് പറഞ്ഞ് വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൃതജ്ഞതയോടും കൂടി അവരെല്ലാവരും പ്രണാമം അർപ്പിച്ചു. അപ്പം ബഹുലാശ്വരനും സുരദേവനും അതുപോലെ തന്നെ രണ്ടുപേരും കൂപ്പുകയോടെ ഒരേ കാലത്ത് ഭഗവാനെ സ്വീകരിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ രണ്ടുപേരും പറഞ്ഞു ഒരേ സമയത്ത് ആണ് രണ്ടാളും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് ഭിക്ഷ സ്വീകരിക്കണം. മാമുനിമാരും കൃഷ്ണനും ഒത്ത് ഞങ്ങളുടെ വീട്ടിൽ വരണം. അവര് ചോദിച്ച സമയം ഒരേ സമയം. രണ്ടുപേരും ഇപ്പൊ രാവിലെ വയ്ക്കാം, ഒരേ രാവിലത്തെ സമയമാണ് രണ്ടുപേരും ആവശ്യപ്പെടുന്നത്. ഭഗവാൻ അവരുടെ ക്ഷണം കൂളായിട്ട് സ്വീകരിച്ചു. രണ്ടുപേരെയും അനുഗ്രഹിക്കാൻ നിശ്ചയിച്ച് ഭഗവാൻ എന്ത് ചെയ്തു? 2 രൂപം എടുത്തു. അവരൻ അറിയുന്നില്ല. ഏകകാലത്തിൽ മറ്റേ ആൾക്ക് അറിയില്ല. കൃഷ്ണൻ എന്റെ വീട്ടിൽ വന്നു എന്നാണ് ഭഗവാൻ വിചാരിക്കണേ, അല്ല ബഹുലാശ്വരൻ വിചാരിക്കുന്നത്. എന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് സുദേവനും വിചാരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും അവനറിയാതെ ഭഗവാൻ 2 ഗൃഹത്തിലും ഒരേ സമയത്ത് എഴുന്നള്ളി. സ്വഗൃഹത്തിലെത്തിയ ഭഗവാനെയും മുനികളെയും കണ്ട് രാജാവ് ഉത്തമ പീഠത്തിലിരുത്തി ഭക്തിപരവശനായി ആനന്ദ ബാഷ്പം പൊഴിച്ച് അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. അവരുടെ കാലുകളൊക്കെ കഴുകി ആ തീർത്ഥം അടുത്തുള്ള എല്ലാവരും തലയിലൊക്കെ തളിച്ച് സർവവ്യാപിയായ ഭഗവാൻ അങ്ങ് സർവ ജീവജാലങ്ങളുടെയും ആത്മാവും സാക്ഷിയുമാകുന്നു. സർവീശ്വര മാമുനിമാരൊത്തിച്ച് അവിടുന്ന് പിന്നെ ഈ കുലത്തിലെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭഗവാൻ അതൊക്കെ ചെയ്ത് മംഗളമരിക്കൊണ്ട് അവിടുന്ന് പോയി. സുതദേവനും ബഹുലാശ്വരനെ പോലെ സ്വഗൃഹത്തിൽ സമാഗതനായ ഭഗവാനെ മുനിമാരെ നമസ്കരിച്ച് സ്വാഗത വാക്കുകളൊക്കെ പറഞ്ഞ് ഭാര്യയോടൊരുമിച്ച് ഭഗവാനെ മുനികളുടെയും പാദങ്ങൾ കഴുകി പാദതീർത്ഥം ധരിച്ച് മറ്റുള്ളവർക്കും പാദതീർത്ഥം നൽകി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം സുദേവൻ ചിന്തിച്ചു, ഞാനൊരു ഗൃഹസ്ഥനാണ്, ഞാൻ അത്ര ജ്ഞാനിയൊന്നുമല്ല, എന്നിട്ടും കൃഷ്ണനോടും കൃഷ്ണനെ ഹൃദയത്തിൽ വരിക്കുന്ന മുനികളോടും എനിക്ക് എങ്ങനെ സമ്പർക്കം ഉണ്ടാവാൻ പറ്റി? ഭഗവാന്റെ സാമീപ്യം എങ്ങനെയാണ് എനിക്കത് കിട്ടിയത്? ഞാനൊരു ഗൃഹസ്ഥനും അത്ര വലിയ കേമനൊന്നും അല്ലാഞ്ഞിട്ടും എനിക്ക് എന്തുകൊണ്ടാണെന്ന് സുദേവൻ തന്നെത്താനും വിചാരിക്കുകയാണ്. സുതദേവൻ ഭാര്യയോടും മക്കളോടും സ്വജനങ്ങളോടും എത്ത ഭഗവാൻ എൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, സ്വശക്തികൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അവയെ നടത്തിക്കൊണ്ടു പോകുന്ന ഭഗവാനെ, ഞങ്ങൾക്ക് അങ്ങ് എങ്ങനെയാണ് ദൃഷ്ടിഗോചരനായത്? ഞങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങയുടെ ദർശന സൗഭാഗ്യം ഉണ്ടായത്? ഞങ്ങള് ഭൃത്യന്മാരെ ഞങ്ങളെ പിന്നെ ഉപദേശിച്ചാലെന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, സുദേവന്റെ വാക്ക് കേട്ട് ഭഗവാൻ മന്ദഹാസത്തോടെ പറയുകയും ചെയ്തു. സുദേവന്റെ കരം ഗ്രഹിക്കുകയും ചെയ്തു. കരങ്ങൾ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, അല്ലയോ ബ്രാഹ്മണ, ഈ മാമുനിമാർ അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവരാണ്. ഇവർ എന്നെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് പാദരേണുക്കളാൽ ലോകത്തെ പവിത്രമാക്കിക്കൊണ്ട് സഞ്ചരിക്കുന്നു. ഈ എല്ലാ നാരദൻ, അസിതൻ, വ്യാസൻ ആദിയായ നമ്മുടെ പരശുരാമൻ ആദിയായ വളരെ ശ്രേഷ്ഠരായ മുനിമാരാണ് വന്നിരിക്കുന്നത്. പിന്നെ അതിൽ ആ കൂട്ടത്തില് സപ്തർഷികളുണ്ട്, എല്ലാവരും ഉണ്ട്. അവരെന്താണ് ചെയ്യുന്നത്? എന്നെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് അവരുടെ പാദരേണുക്കൾ, അതായത് അവര് നടന്ന എല്ലാ സ്ഥലത്തും അവരുടെ പ്രസൻസ് കൊണ്ട് ലോകത്തെ അവര് പാവനമാക്കുകയാണ് ചെയ്യുന്നത്. അവരങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ലോകത്തെ പാവനമാക്കിക്കൊണ്ട്. ദേവന്മാരും ക്ഷേത്രങ്ങളും തീർത്ഥങ്ങളും നെടുനാളത്തെ ദർശനം, സ്പർശനം, അർച്ചനം എന്നിവ കൊണ്ട് സാവധാനത്തിലെ ജനങ്ങളെ പരിശുദ്ധനാക്കാൻ പറ്റുള്ളൂ. പരമപൂജ അപ്പൊ ഭഗവാൻ പറയാണ്, നമ്മള് സ്പർശനം, ഭഗവാന്റെ ദർശനം, അർച്ചനം, സ്പർശനം ഒക്കെ കൊണ്ട് പെട്ടെന്നൊന്നും ആർക്കും പരിശുദ്ധരാവാൻ പറ്റില്ല. അതുകൊണ്ട് സാവകാശത്തിലേ പറ്റും. നമുക്ക് തന്നെ അറിയാലോ, നമുക്ക് ദർശനം, സ്പർശനം, സംഭാഷണം എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി നമുക്ക് എന്ത് മാറ്റമുള്ളത്? ഒരു മാറ്റവും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പരിശുദ്ധരായിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ഭഗവാന്റെ ദർശന, സ്പർശന, സംഭാഷണ, സാമീപ്യ എല്ലാം കിട്ടിയവരാണ്. എന്നിട്ടെന്താ? നമ്മളിപ്പോഴും പഴയപടി പിന്നെ ഈ ശങ്കരൻ തങ്ങിൽ തന്നെ നിൽക്കുകയാണ്. അപ്പൊ അതുപോലെയാണെന്ന് ഭഗവാൻ പറയാണ്. ജനങ്ങൾ അങ്ങനെയാണ്. അവർക്ക് സാവകാശമേ ആ ചിത്തശുദ്ധിയും പവിത്രതയും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പെട്ടെന്ന്
നിങ്ങൾക്ക് ഈ അത് സാധിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് പരമശുദ്ധരാവാനും പരിശുദ്ധി ഉണ്ടാവാനും ചിത്തശുദ്ധി ഉണ്ടാവാനും പ്രാപിക്കുന്നത് എങ്ങനെയാണ്? സത്സംഗം. സത്സംഗം കൊണ്ടാണ്. അതായത് സജ്ജനങ്ങളും പരമപൂജ്യരുമായ ഭക്തജനങ്ങളുടെ ദർശനം. ഈ മുനിമാരെ പോലെ ഭഗവാനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഭക്തജനങ്ങളുടെ ദർശനം കൊണ്ടിട്ടാണ് പവിത്രത ഉണ്ടാവുന്നത്. അല്ലയോ ബ്രാഹ്മണ, ഈ ബ്രഹ്മർഷികളെ ഞാൻ തന്നെയാണെന്നുള്ള ഭാവനയോടെ നീ ആരാധിക്കണം. അങ്ങനെ ചെയ്താൽ ഞാൻ ആരാധിക്കപ്പെടും. നീ ഈ ബ്രഹ്മർഷികളെ ആരാധിക്കുകയാണെങ്കിൽ ആ ആരാധന എന്നിൽ തന്നെ വന്നു ചേരും. പൂജാദ്രവ്യങ്ങളുണ്ട്, അവർക്ക് പൂജ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശരിയായ പൂജ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ഉപദേശമനുസരിച്ച് സുദേവനും മിഥിലാധിപനും കൃഷ്ണനെയും മഹർഷിമാരെയും അഭേദ ബുദ്ധിയോടെ പിന്നെ ആരാധിച്ച് അവരെല്ലാവരും സദ്ഗതി നേടി, അതായത് മുക്തി പ്രാപിച്ചു. ഭഗവാൻ ഇപ്രകാരം സ്വഭക്തന്മാർക്ക് സന്മാർഗം ഉപദേശിക്കുകയും ഏതാനും ദിവസം അവരോടൊത്ത് വസിക്കുകയും ചെയ്ത ശേഷം തിരിച്ച് ദ്വാരകയിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ പരീക്ഷിത്ത് രാജാവ് ചോദിച്ചു, ശിവനെ ഭജിക്കുന്നവർ പ്രായേണ ധനികരും ഭോഗശാലികളും ആയിട്ടും ലക്ഷ്മിപതിയെ ഭജിക്കുന്നവർ അതിന് വിപരീതമായിട്ടാണല്ലോ കാണുന്നത്. മഹാവിഷ്ണുവിനെ ഭജിക്കുന്നവർക്ക് പെട്ടെന്ന് ഐശ്വര്യം ഒന്നും ഉണ്ടാവില്ല, ഉള്ള ഐശ്വര്യം കൂടെ പോവും. ഒരു പ്രാവശ്യം അർജുനനും കൃഷ്ണനും കൂടെ ഇങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ പോയപ്പോഴത്തേക്കും അവരൊരു വലിയ ധനികന്റെ ഭവനത്തിൽ പ്രവേശിച്ചു. ധനികന്റെ ഭിക്ഷ യാചിക്കുകയാണ്. അവര് ഭിക്ഷ യാചിക്കുന്ന രൂപത്തിലാണ് അവർ പോകുന്നത്. അപ്പം അവിടെ ചെന്ന് ഭിക്ഷ അയച്ചപ്പോഴത്തേക്കും അയാള് ഭയങ്കര ധാർഷ്ട്യത്തോടുകൂടിയും പിന്നെ ഇവരെ സ്വീകരിച്ചിരുത്തിക്കൊണ്ട് വലിയ പണക്കാരനാണ്. ആ പണത്തിന്റെ ഹുങ്കം എല്ലാം കാണിച്ചുകൊണ്ട് ഇവർക്ക് നല്ല ഭക്ഷണ സാധനങ്ങളൊക്കെ കൊടുത്ത് വളരെ തൃപ്തിയായിട്ട് അവരെ ആരാധിച്ച് പൂജിച്ച് പറഞ്ഞയച്ചപ്പം പിന്നെ തിരിച്ച് ഭഗവാൻ പറഞ്ഞു, നീ കൂടുതലൂടെ ധനവാനാവട്ടെ, നിനക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ മേൽക്കുമേലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും എന്ന് അനുഗ്രഹിച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, കൃഷ്ണനടുത്ത് പിന്നെ പുറത്തിറങ്ങിയിട്ട് അർജുനൻ ചോദിച്ചു, ഭഗവാനെ ഇനി അങ്ങേർക്ക് എന്ത് സ്വത്താണ് വേണ്ടത്? എന്തുമാത്രം കോടാനുകോടി സ്വത്തല്ലേ ഉള്ളത്. ഇനി എന്തിനാണ് പിന്നെയും അങ്ങേർക്ക് ഐശ്വര്യം? മോക്ഷം ഒന്നും പറയാതെ അല്ലെങ്കിൽ ഭക്തി എന്നൊന്നും പറയാതെ എന്തിനാണ് ഈ ഐശ്വര്യം തന്നെ കൊടുക്കാന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു, അയാൾക്ക് ഞാൻ ഐശ്വര്യം കൊടുക്കാം, മോക്ഷം കൊടുക്കാം, ഈശ്വരരക്ഷണം കൊടുക്കാം, ഈശ്വരപ്രാപ്തി കൊടുക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു വിലയുണ്ടാവില്ല. അപ്പൊ അയാൾക്ക് ഇത് തന്നെ വിലയുള്ളൂ. ഇത് കൊടുത്ത് അയാൾക്ക് മോക്ഷമേ കിട്ടില്ല. അങ്ങനെയാണ് അയാളുടെ സ്വഭാവശുദ്ധിയില്ല. ഇത് മാത്രം ഭക്തി ഉണ്ടെന്നുള്ള ഭാവം മാത്രമേ ഉള്ളൂ, ശരിയായ ഭക്തനല്ല. അതുകൊണ്ട് എന്റെ ഭക്തരല്ലാത്തവരെ ഞാൻ ഒരുപാട് ഉയർത്തി കൊണ്ടുപോകും, അവർക്ക് ഒരുപാട് ഐശ്വര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ നടന്നു പോയപ്പോഴത്തേക്കും ഒരു പാവപ്പെട്ട അമ്മയുടെ വീട് കണ്ടു. ആ അമ്മ വളരെ ഭക്തിയായിട്ട് വളരെ ശുചിയായിട്ട് വീടൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പശു ഉണ്ട്, തൊഴുത്ത് നിൽക്കുന്നു. ഒരു പശു തൊഴുത്ത് നിൽക്കുന്നുണ്ട്. ഒരു പശു തൊഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ കൃഷ്ണൻ അവിടെ ചെന്നു. ഇവരെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ട് അമ്മ, വളരെ പ്രായമായ അമ്മ, ഓടി വന്ന് സന്തോഷത്തോടുകൂടി അകത്തിരുത്തി, ഭഗവാനെ പാല് മാത്രമേ എനിക്ക് തരാനുള്ളൂ, വേറെ ഒന്നും തരാനില്ല. എനിക്ക് വേഗം പോയി പശുവിനെ കറന്ന് പുതിയ പാല് കൊണ്ടുവന്ന് കൊടുത്ത് അവരെ ഭയങ്കരമായിട്ട് സ്നേഹത്തോടുകൂടി ആരാധിച്ച് പൂജിച്ച് ഭക്ഷണം കൊടുത്ത് പാലൊക്കെ കൊടുത്ത് പുറത്തിറങ്ങിയതും കൃഷ്ണൻ പറഞ്ഞു, നിന്റെ പശു ചത്തുപോട്ടെ. പുറത്തിറങ്ങിയതും അവരുടെ പശു അങ്ങ് ചത്തുപോയി. അപ്പൊ അർജുനൻ പറഞ്ഞു, ഭഗവാനെ ഇത് ഭയങ്കര വിരോധം, ഇതെന്താണ്? എനിക്കിത് മനസ്സിലാവുന്നില്ല ഭഗവാനെ, എങ്ങനെ കാണിക്കുന്നത്? പാവം, അവർക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ഉപജീവന മാർഗമാണ് ആ പശു. ആ പശുവും പശുക്കുട്ടിയും ചത്താ പിന്നെ അവരെങ്ങനെ ജീവിക്കും? പറഞ്ഞു, അവര് ജീവിക്കണ്ട, അവർക്ക് എന്നെ പ്രാപിക്കേണ്ട സമയമായി. അത് മാത്രമാണ് അവരെ ലോകവുമായിട്ട് ബന്ധിച്ചു നിർത്തിയിരിക്കുന്നത്. അവർക്ക് പൂർണ്ണ ഭക്തിയാണ് എന്നിൽ, പക്ഷേ അവർക്ക് അവരുടെ പശുവിനോടും പശുക്കുട്ടിയോടും ഭയങ്കര മമതയാണ്. ആ മമത അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് എന്നെ പ്രാപിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അത് ചത്തുപോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. കൃഷ്ണൻ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ അറിയണം, ഇങ്ങനത്തെ കഥകളൊക്കെ അറിയണമെന്നാണ് പരീക്ഷിച്ച് ചോദിച്ചത്. മഹാദേവന്റെ ഭക്തർക്ക് ഒരുപാട് ഐശ്വര്യം ഉണ്ടാകുന്നു, മഹാവിഷ്ണുവിന്റെ ഭക്തർക്ക് എന്തുകൊണ്ടാണ് ഐശ്വര്യം ഉണ്ടാവാത്തത്? യുധിഷ്ഠിരൻ അശ്വമേധങ്ങളൊക്കെ നടത്തി നിർഗുണനും, മഹാവിഷ്ണു നിർഗുണനും പ്രകൃതിക്ക് അതീതനും സർവദിക് സാക്ഷിയുമാണ്. വിഷ്ണുവിനെ ഭജിക്കുന്നവർ ഗുണമുക്തരായിത്തീരുന്നു എന്ന് പറഞ്ഞു. മറ്റേത് രാജസാഹങ്കാരം, 3 വിധത്തിലാണ് അഹങ്കാരം ഉണ്ടാവുന്നത്. ഒന്ന് പിന്നെ താമസാഹങ്കാരം. പഞ്ചമഹാഭൂതങ്ങളും ഒക്കെ ഉണ്ടായത് താമസാഹങ്കാരത്തിലാണ്.
ശിവഭജനം ചെയ്യുന്നവർക്ക് ഈ വിഭൂതികളുടെ എല്ലാം ഭഗവാന്റെ താമസാഹങ്കാരത്തിൽ നിന്നുള്ള ഇതെല്ലാം കിട്ടും. ഭഗവാനാണെങ്കിൽ നിർഗുണനാണ് മഹാവിഷ്ണു. അതുകൊണ്ട് ഗുണാതീതരായിട്ടുള്ള കാര്യങ്ങളാണ് കിട്ടുക. യുധിഷ്ഠിരൻ അശ്വമേധങ്ങൾ നടത്തിയതിനു ശേഷം ശ്രീകൃഷ്ണനോട് ധർമ്മങ്ങൾ ചോദിച്ചറിഞ്ഞ കൂട്ടത്തിൽ അങ്ങ് ഇപ്പോൾ ചോദിച്ച കാര്യവും ചോദിച്ചു. ഇതെന്താ ഭഗവാനെ അങ്ങനെ നടക്കുന്നത്? ഭഗവാനെ മഹാദേവനെ പ്രാപിക്കുന്നവർക്ക് ഒരുപാട് ഐശ്വര്യവും മഹാവിഷ്ണുവിനെ പ്രാപിക്കുന്നവർക്ക് ഐശ്വര്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഇതേ ചോദ്യം തന്നെ യുധിഷ്ഠിരൻ ഭഗവാനോട് നേരിട്ട് ചോദിച്ചു, കൃഷ്ണനോട്. അപ്പം ജനങ്ങൾക്ക് ശ്രേയസ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഞാൻ ശ്രേയസ്സല്ല നൽകുക, ശ്രേയസ്സാണ്. ഞാൻ ശ്രേയസ് നൽകുവാനായിട്ടാണ് പിന്നെ യദുകുലത്തിൽ വന്ന് അവതരിച്ചത്. ഞാൻ അവരെ അനുഗ്രഹിക്കാൻ വിചാരിക്കുന്നു, അവന്റെ ധനത്തെ മെല്ലെ മെല്ലെ അപഹരിക്കുന്നു. നിർധനനും അതിദുഃഖിതനുമായ അവനെ സ്വജനങ്ങൾ വെടിയുന്നു. പിന്നെയും ധനത്തിനു വേണ്ടി പ്രയത്നിക്കുകയും അത് വിഫലമാക്കുകയും ചെയ്യുമ്പോൾ വിരക്തി വന്ന് അവൻ എൻ്റെ ഭക്തന്മാരുമായി മാത്രം മൈത്രി സമ്പാദിക്കും. അപ്പോൾ അവനെ ഞാൻ അനുഗ്രഹിക്കും. സൂക്ഷ്മവും പരമവും അനന്തവും ചിന്മാത്രവും സദ്രൂപവുമായ ബ്രഹ്മമാണ് താൻ എന്ന് ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. ഞാൻ തന്നെയാണ് നീ എന്ന് ഞാൻ സോഹം അല്ലെങ്കിൽ തത്വമസി, ഞാൻ തന്നെയാണ് നീ എന്ന് അവനെ ഞാൻ ബോധം കൊടുക്കുന്നു. ക്ഷിപ്രപ്രസാദികളായ അന്യദേവന്മാരുടെ അനുഗ്രഹത്താൽ, ബാക്കിയുള്ള ദേവന്മാര് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് ഒരുപാട് പൂജകളൊക്കെ ചെയ്ത് നല്ലത് തന്നെയാണ്. കേന്ദ്രമല്ല, സഹമന്ത്രിമാരാണ് എല്ലാവരും. അവരെയൊക്കെ പൂജിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? നമുക്ക് എല്ലാം കിട്ടും. അവരുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കിട്ടും. അവരുടെ MP ഫണ്ടിൽ നിന്നും സഹമന്ത്രിമാരുടെ കഴിവിൽ നിന്ന് ഫണ്ടിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം സഹായങ്ങളൊക്കെ തരും. പക്ഷേ നമ്മൾ ഏതിനാണോ ജനിച്ചിരിക്കുന്നത് അത് കിട്ടൂല. അത് കിട്ടണമെങ്കിൽ ഭഗവാനെ തന്നെ, കേന്ദ്രത്തോട് തന്നെ അപേക്ഷിക്കണം. ഭഗവാൻ ക്ഷിപ്രപ്രസാദികളായ അന്യദേവന്മാരുടെ അനുഗ്രഹത്താൽ രാജ്യവും ഐശ്വര്യവും നേടിയവർ ഉദ്ധതന്മാരും അഹങ്കാരികളുമായി തീർന്നു. പണമൊക്കെ വരുമ്പോൾ ഒരുപാട് അഹങ്കാരം വരും. അതൊക്കെ നൽകിയ ദേവന്മാരെ അവർ വിസ്മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും നിഗ്രഹാനുഗ്രഹ ശക്തന്മാരാകുന്നു. ശിവനും ബ്രഹ്മാവും പെട്ടെന്ന് പ്രസാദിക്കുകയും പെട്ടെന്ന് കോപിക്കുകയും ചെയ്യും. എന്നാൽ മഹാവിഷ്ണു അങ്ങനെയല്ല. ദുർമതിയായ വികാസുരൻ എന്നൊരാള്, അതായത് ക്ഷിപ്രപ്രസാദിയാണ് മഹാദേവൻ. ആലോചിക്കില്ല. എത്ര പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ശിവനും മഹാവിഷ്ണുവും മഹാദേവനും ബ്രഹ്മാവും ഏത് അസുരൻ എന്ത് പ്രാർത്ഥിച്ചാലും തഥാസ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കും. പക്ഷെ പിന്നെയാണ് മണ്ടത്തരായി പറ്റിയത്. പിന്നെ മഹാവിഷ്ണുവിനെ തന്നെ പ്രാപിക്കും. അദ്ദേഹത്തിന് ജനിക്കേണ്ടി വരുന്നു. ഇതൊക്കെ ഇവരുടെ ഈ പിന്നെ വരം കൊടുക്കൽ കൊണ്ടാണ്. അപ്പൊ ഒരു പ്രാവശ്യം വൃകാസുരൻ മഹാദുർമതിയാണ്. വൃകാസുരൻ ഇങ്ങനെ പിന്നെ വഴിക്ക് വെച്ച് നാരദനോട് ത്രിമൂർത്തികളിൽ ആരാണ് ഏറ്റവും വേഗം പ്രസാദിക്കുന്നതെന്ന് ചോദിച്ചു. ആ പറഞ്ഞു, ഏറ്റവും വേഗം പ്രസാദിക്കുന്ന മഹാദേവനാണ്. ശിവനെ പ്രസാദിപ്പിച്ചോ, പെട്ടെന്ന് പ്രസാദിച്ച് പെട്ടെന്ന് വരം തരുന്നു പറഞ്ഞു. അപ്പത്തേക്കും കുറച്ചു ഗുണം മതി നമുക്ക്, ശിവൻ ക്ഷിപ്രപ്രസാദിയാണ്, നീ ഭജിച്ചോ എന്ന് പറഞ്ഞ് നാരദനെ ഉപദേശിച്ചു കൊടുത്തു. അപ്പം വൃകാസുരൻ ഇരുന്നിട്ട് ഭഗവാനെ അങ്ങോട്ട് ഭജിച്ചു. ഭഗവാൻ ഭയങ്കര സന്തോഷത്തോടുകൂടി പെട്ടെന്ന് പിന്നെ ശിവദർശനം ലഭിക്കാനായിട്ട് അഗ്നിമുഖനായ ശിവനെ ആരാധിച്ചു. ശിവദർശനം ലഭിക്കാതെ 7-ാം ദിവസം കേദാരം അറിയാലോ, ഹിമാലയത്തിലെ കേദാര തീർത്ഥത്തിൽ മുങ്ങിക്കയറി തന്റെ നനഞ്ഞ തല വെട്ടി ഹോമിക്കാം. അതായത് ഇയാൾ എന്താ ചെയ്തേറെ, ദിവസം ഹോമം ചെയ്യുന്നത് തന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് മാംസം അറുത്തെടുത്തിട്ടാണ് ഹോമം ചെയ്യുന്നത്. അവസാനം പറഞ്ഞ് ഭഗവാൻ പ്രത്യക്ഷമായില്ല. അപ്പൊ കേദാര തീർത്ഥത്തിൽ തന്നെ ഇറങ്ങി കുളിച്ച് കയറിയിട്ട് തന്റെ തല തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് തല വെട്ടാനായിട്ട് ഹോമിക്കാനായിട്ട് വാളോങ്ങുന്നതും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇരു കൈ കൊണ്ടും അസുരന്റെ കൈക്ക് പിടിച്ച് തടുത്തു. ശിവസ്പർശം കൊണ്ട് അസുരൻ പുഷ്കര ശരീരനായി തീർന്നു. ശിവൻ പറഞ്ഞു, വത്സ, നീ വേണ്ട വരം വരിച്ചുകൊള്ളുക. ഭക്തന്മാർ സമർപ്പിക്കുന്ന ജലം കൊണ്ട് തന്നെ ഞാൻ പ്രീതനാകുന്നു. നീ എന്തിനാണ് വെറുതെ നിന്റെ ശരീരത്തെ ഇങ്ങനെ ഹേമിച്ചത്? നിന്റെ ശരീരത്തെ നീ ഒരുപാട് കഷ്ടപ്പെടുത്തിയില്ലേ, അതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്കതൊന്നും വേണ്ട, വെറും വെള്ളവും പിന്നെ പത്രവും പുഷ്പവും ഒക്കെ തന്നാലും ഞാൻ പ്രീതനാകും എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എനിക്കൊരു വരം, നീ എന്ത് വരം വേണമെന്ന് വെച്ചാൽ ചോദിച്ചോളൂ. അപ്പൊ എനിക്കൊരു കാര്യം തന്നാൽ മതി. ഒരു പിന്നെ ഞാൻ ആരുടെ തലയിൽ കൈവെക്കുന്നുവോ അയാള് മരിച്ചു പോണം, അയാള് ഭസ്മമായി പോണം. അങ്ങനെ ഒരു വരമാണ് എനിക്ക് വേണ്ടതെന്ന്. അപ്പൊ ശിവൻ പറഞ്ഞു, ഇവന് എന്ത് വരമാണ് ചോദിക്കണേ, ശരി തന്നേക്കാം എന്ന് പറഞ്ഞ് തഥാസ്തു എന്ന് പറഞ്ഞ് വരം കിട്ടി.
വരം കിട്ടിയപ്പോ എന്താണ്, പാർവതി ദേവിയുടെ സൗന്ദര്യം കണ്ടിട്ട് ഈ വികാസത്തിന് ഭയങ്കര ഭ്രമം തോന്നിയിട്ട്, ശിവനുള്ളതുകൊണ്ടല്ലേ പാർവതിയെ കിട്ടട്ടെ, എന്നാൽ ശിവനെ തന്നെ ശരിയാക്കി കളയാന്ന് ഞാൻ വരം ശിവന്റെ ശിരസിൽ തന്നെ ആ കൈ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കണം. കൈ വെക്കാനായിട്ട് ഭഗവാൻ പാഞ്ഞു പോണു. കുറേ ഇയാളും വെച്ചാൽ ശിവൻ ഭസ്മമായി പോകും. പിന്നാലെ ഭൂമിയിലും ആകാശത്തും അവിടെ എല്ലായിടത്തും കൂടെ ഓടി ഓടി നടന്ന അവസാനം വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ വ്യസനക്രാന്തനായ ശിവനെ ദൂരെ വെച്ച് തന്നെ ഭഗവാൻ കണ്ടു. മഹാമായ യോഗമായാൽ വടിരൂപിയായ വൃഗാസുരന്റെ അടുത്തെത്തി. രണ്ട് തരത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ കഥ. ഇതേ കഥ തന്നെ. ഒന്ന് പറയുന്നത് ഇങ്ങനെ ഓടി വരുന്ന ഇയാള് പാർവതീദേവിയെ കാംക്ഷിച്ചിട്ടാണല്ലോ ഓടി വരുന്നത്, അപ്പൊ സൗന്ദര്യം. അപ്പൊ ഭഗവാൻ അതറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, മോഹിനിയായി. പിന്നെ മോഹിനി രൂപം ധരിച്ചുകൊണ്ട് അവിടെ നിന്നു. ഓടി വരുന്ന പിന്നെ വിത്രന്റെ വികാസുരന്റെ ശ്രദ്ധ മാറിപ്പോയി. കാരണം അതിസുന്ദരിയായ ഒരു മോഹിനി രൂപമാണ് മുമ്പിൽ നിൽക്കുന്നത്. ശിവനെയൊക്കെ വിട്ടിട്ട് ആ മോഹിനിയുടെ പുറകെ പോയി. മോഹിനിയുടെ പുറകെ പോയിട്ട് അവളെ പ്രീണിപ്പിക്കാനും ഇതൊക്കെ തുടങ്ങും. അവളാണെങ്കിൽ ഭയങ്കര ലാസ്യ ഭംഗിയോടുകൂടി ഭയങ്കര കള്ളക്കണ്ണും കള്ളനോട്ടവും ശൃംഗാര ഭാവവും ഒക്കെ വെച്ച് ഇയാളെ ഇങ്ങനെ വലയ്ക്കുകയാണ്. അങ്ങനെ വലയ്ക്കുമ്പോഴത്തേക്കും ഇയാള് പറഞ്ഞു, എന്റെ കൂടെ വരാമോ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എന്റെ ഭാര്യയെ ഇരിക്കാമോ എന്ന് വെച്ചു. പിന്നെന്താ, ഒരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ എനിക്കൊരു ഇതുണ്ട്, ഒരു ശപഥമുണ്ട്. എന്റെ കൂടെ എന്നെക്കാളും നന്നായിട്ട് ഡാൻസ് ചെയ്യണം, എന്നെക്കാളും നന്നായിട്ട് നൃത്തം ആര് ചെയ്യുന്നുവോ അവരെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ എന്നൊരു ശപഥം ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങ് ഞാൻ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്ത് എന്റെ കൂടെ നിർത്തും. ഞാൻ ചെയ്യുന്ന പോലെ എല്ലാ ആക്ഷനും കാണിച്ച് എന്നെക്കാളും കേമമായിട്ട് ഇത് ചെയ്ത് കാണിച്ചു തരുമോ? അങ്ങനെ കാണിച്ചു തരാമെങ്കിൽ ഞാൻ അങ്ങേ വിവാഹം ചെയ്തോളാം എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, നീ കാണിക്കുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്ക് കാണിച്ചു തരൂ, എന്തൊക്കെയാണോ ഡാൻസ്, എന്തൊക്കെയാണ് നൃത്തം ചെയ്തോളൂ എന്നാണ്. അപ്പൊ മോഹിനി അസലായിട്ട് ഭയങ്കരമായിട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. നൃത്തം ചെയ്ത് അവസാനം വന്നിട്ട് കൈ മോളിൽ കൊണ്ട് വെച്ചിട്ട് ഒരു പോസ് ഉണ്ടല്ലോ, അവസാനത്തെ പോസ് കൊണ്ട് വെച്ചു. വികാസനെ ആടി തിമിർത്ത് മറന്ന് അവസാനം തലയിൽ കൊണ്ട് കൈ വെച്ചതും ഭസ്മമായിട്ട് താഴെ കിടക്കും. ഇതാണ് ഒരു കഥ. വേറൊരു കഥ എന്താണെന്ന് വെച്ചാല്, ഭഗവാൻ ഇങ്ങനെ ഓടി വരുന്നത് കണ്ടപ്പോ തന്നെ മഹാവിഷ്ണുവിന് മനസ്സിലായി, പാവം എന്താ വരുന്നു. അപ്പൊ എന്ത് ചെയ്തെന്നറിയാമോ, ഒരു അരയില് ഒരു മാന്തോലും ഒക്കെ, ഒരു കയ്യിൽ ദണ്ടും ഒക്കെ ധരിച്ചിട്ട് ഒരു അതായത് ഒരു വടുന്ന് വെച്ചാൽ ഒരു 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 എന്താ പറയാ, ബ്രഹ്മചാരിയായിട്ട് വളരെ വളരെ വിനീതമായിട്ട് വൃകാസുരനോട് പറഞ്ഞു, അങ്ങ് ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നല്ലോ, അങ്ങയെ കണ്ടിട്ട് ഒരുപാട് ക്ഷീണിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു, ഒന്ന് വിശ്രമിക്കൂ. എന്തിനായിട്ടാണ് ഇത്ര ദൂരം വന്നത്? ശരീരമല്ലേ സർവാർത്ഥ സാധകം. ശരീരമുണ്ടെങ്കിലല്ലേ, ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതൂ, ശരീരമുണ്ടെങ്കിലല്ലേ കാര്യങ്ങൾ നടക്കൂ. പിന്നെ അങ്ങനെ എന്തിനാണ് ഇത്രയധികം പിന്നെ വിഷമിപ്പിക്കുന്നത്? അങ്ങേക്ക് പറയാൻ ഇഷ്ടമാണെങ്കിൽ, എനിക്ക് കേൾക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓടി വന്നത് എന്ന് എന്നോട് പറയൂ, എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ അങ്ങയെ സഹായിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അസുരനാണെങ്കില് താൻ മുമ്പേ ചെയ്തത് അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അതായത് വരം ചോദിച്ചതും വരം കിട്ടിയതും ഒക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ശിവൻ തന്ന വരം ഫലപ്രദമാണെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാം? എനിക്ക് വിശ്വാസമൊന്നുമില്ല, ശിവനെ എനിക്ക് തീരെ വിശ്വാസമില്ല. ദക്ഷന്റെ ശാപം മൂലം പ്രേതങ്ങളുടെയും പിശാചുക്കളുടെയും എല്ലാം കൂടെ നടന്ന് അവരുടെ രാജാവായിട്ട് പിശാചിനെ പോലെ നടക്കുന്ന ഒരുത്തനാണ് ശിവൻ. അല്പം പിന്നെ അല്ല, നിങ്ങളാണെങ്കിലോ വലിയ അസുരാധിപനാണ്. ശിവൻ ജഗദ്ഗുരുവാണെന്നും അദ്ദേഹത്തിന്റെ വാക്ക് സത്യമാണെന്നും അങ്ങേക്ക് വിശ്വാസമുണ്ടോ? അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരുത്തിനെ വിശ്വസിക്കാൻ കൊള്ളാന്ന്? എനിക്ക് തീരെ വിശ്വാസമില്ല. അങ്ങേക്ക് വിശ്വാസമുണ്ടോ? വിശ്വാസം ഉണ്ടെങ്കിൽ തന്നെത്താനെ ആ കൈ ഒന്ന് തലയിൽ വെച്ച് പരീക്ഷിച്ചു നോക്കൂ. നമുക്ക് അറിയാമല്ലോ അങ്ങേര് പറഞ്ഞ സത്യമാണോ, തന്ന വരം ശരിയാണോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കണ്ടേ? ഒന്ന് നോക്കൂന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന്റെ ഈ മനോമോഹനമായ നയചാതുരിയോടുകൂടിയുള്ള വാക്കുകൾ കേട്ടപ്പോ ഓർമ്മിച്ചില്ല, ഒന്നും കേൾക്കാനുള്ള പിന്നെ അത് ആലോചിച്ച് യുക്തിപൂർവ്വം ചിന്തിച്ച് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിക്കാതെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂന്ന് പറഞ്ഞതും
മാത്രമല്ല മഹാവിഷ്ണു ഈ വടു പറയാണ്, നമുക്ക് കള്ളമാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് ശിവനെ ശരിപ്പെടുത്തണം, നമുക്ക് ശിവനെ തന്നെ ഇല്ലായ്മ ചെയ്യണം. അത് ശരിയാവില്ലല്ലോ, ഇങ്ങനെ കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിക്കാൻ പാടുണ്ടോ? വരം തന്നിട്ട് അതൊന്നും നമുക്ക് ശരിയാക്കണമല്ലോ. അപ്പൊ അങ്ങൊന്ന് ട്രൈ ചെയ്യൂ, അങ്ങൊന്ന് നോക്കൂ, ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഭഗവാന്റെ വിചിത്രവും മോഹനവും അതിസുന്ദരവുമായ വാക്കുകൾ കേട്ട് മതിമയങ്ങി തന്റെ ഓർമ്മ പോലും നശിച്ചുപോയ സ്മൃതി, അതായത് തന്റെ സ്മൃതിയും പോയി, തനിക്ക് താൻ എന്താണ് ചെയ്യുന്നതെന്ന് ഓർമ്മയില്ല, യുക്തിയും പോയി, എല്ലാം പോയിട്ട് തന്റെ കൈ സ്വന്തം തലയിൽ തന്നെ വെച്ചു. ഇടിവെട്ടേറ്റ പോലെ ഉടൻ തന്നെ അവന്റെ തല തകർന്ന് അവൻ നിലത്ത് വീണു. പാപിയായ വികാസുരൻ ഇങ്ങനെ മൃതനായപ്പോൾ ദേവന്മാരും ഋഷികളും ഋതുക്കളും ഗന്ധർവന്മാരും പുഷ്പവൃഷ്ടി പൊഴിച്ചു. ശിവന് സമാധാനമായി. ഭഗവാൻ ശിവനോട് പറഞ്ഞു, മഹാദേവ, ഈ പാപി അവന്റെ പാപം കൊണ്ട് തന്നെയാണ് കൊല്ലപ്പെട്ടത്. മഹാന്മാരെ ദ്രോഹിക്കുന്നവർക്ക് ക്ഷേമമുണ്ടാകുമോ? ജഗദ്ഗുരുവായ അങ്ങയെ ദ്രോഹിക്കാൻ ഒരുങ്ങിയതിന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? സാധാരണ ആൾക്കാർ നല്ലവരെ ഉപദ്രവിക്കുന്നവർക്ക് പോലും നന്മ ഉണ്ടാവില്ല, പിന്നെ അങ്ങയെ പോലെ ജഗദ്ഗുരുവായ മഹാദേവനെ ഉപദ്രവിക്കാൻ വന്ന വൃകാസുരൻ എങ്ങനെയാണ് നന്മ ഉണ്ടാവുക? അങ്ങനെയാണ് ഭഗവാൻ പിന്നെ മഹാദേവനെ രക്ഷിച്ചത്. രണ്ട് കഥയാണുള്ളത്. അങ്ങനെയാണ് അത് അവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ജ്ഞാനേന മാർഗേണ മഹീമഹീഷാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.